ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ UGC നെറ്റ് 2024 ജൂൺ സൈക്കിളിൽ കഴിഞ്ഞ ജൂണിൽ നടന്ന് ക്യാൻസൽ ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ്, അതിന്റെ ഒരു ഡിസ്കഷൻ ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ ജോയിൻ ചെയ്തവരൊക്കെ കഴിഞ്ഞ എക്സാം അറ്റൻഡ് ചെയ്ത് വീണ്ടും അതിന്റെ നെക്സ്റ്റ് എക്സാമിന് അപ്പിയർ ചെയ്യാനിരിക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഏറ്റവും ബേസിക് ഇതിന്റെ താല്പര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്നുള്ള രൂപത്തിൽ അതിന്റെ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാന്നുള്ള ഒരു അർത്ഥത്തിലാണ്. സോ ഇത് ഞാൻ ഡിസ്കസ് ചെയ്യാന്നുള്ളതിലപ്പുറത്ത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതിന് ആൻസർ റെസ്പോൺസ് ഉണ്ടാവാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. സോ ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണിക്കുമ്പോൾ സ്ക്രീനിൽ ഒരു 10 to 15 സെക്കൻഡ്സ് ആ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യേണ്ടത്. ലെങ്തി ആണെങ്കിൽ കുറച്ചധികം ടൈം എടുത്തിട്ട് അത് വായിച്ചിട്ട് അതിന്റെ ആൻസർ നിങ്ങൾ ചാറ്റ് ബോക്സിൽ അറിയിക്കും. ആ രൂപത്തിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും വേണ്ട ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റിലേക്ക് പോകും. നമുക്കറിയാം പൊളിറ്റിക്കൽ സയൻസ് ടോട്ടൽ ഇപ്പം സെക്കൻഡ് പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻസിൽ ഔട്ട് ഓഫ് 110 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത് ഡിസ്ക്രിപ്റ്റീവ് ഇതായിട്ടുള്ള പാരഗ്രാഫ് തന്നിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ബാക്കി അറൌണ്ട് 90 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം ലെങ്തി ആവുന്നത് കൊണ്ട് ഒരു ചെറിയ സ്പീഡിലായിരിക്കും പോവുക. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറിയിച്ചാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ എല്ലാവർക്കും വിസിബിൾ ആവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ എല്ലാവരും ഇതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കും. ഞാൻ അത് ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, മാർക്സിസ്റ്റ് ഹോൾഡ് ദാറ്റ് society is characterized by class conflict, constant harmony, irreconcilable conflict, division between the rich and poor, domination by the rich class. ഇതിൽ തന്നിരിക്കുന്ന 4-5 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്, പോയിന്റ്സ്. ഇതിൽ ഏതൊക്കെയാണ് മാർക്സിസ്റ്റ് ബിലീഫ് അബൌട്ട് സൊസൈറ്റി, ഒരു സൊസൈറ്റിനെ ഏതൊക്കെ രൂപത്തിലാണ് മാർക്സിസ്റ്റ് സ്കോളേഴ്സ് അനലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ് വരാന്നുള്ളത് പ്ലീസ് പുട്ട് ഇറ്റ് ഓൺ ചാറ്റ് ബോക്സ്. ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇഫ് യു ഹാവ് എനി കൈൻഡ് ഓഫ് ഡൗട്ട്സ് യു മേ ആസ്ക്. ഓക്കെ, ആൻസർ ചെയ്യാട്ടോ. നമ്മള് ടൈം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ച ഉടനെ ഏതാണോ ആൻസർ തോന്നുന്നത് അത് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവർക്കും വിസിബിൾ അല്ലേ? ആരും റെസ്പോൺസ് കാണുന്നില്ല. ഐ ഹോപ്പ് ഇറ്റ് ഈസ് വിസിബിൾ ഫോർ എവരിവൺ. യാ, അഭിനവ് പറഞ്ഞിട്ടുണ്ട്. വാട്ട് അബൌട്ട് അതേഴ്സ്? ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. അതിന് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? മാർക്സിസ്റ്റുകൾക്ക് സൊസൈറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ, അവരുടെ ഒരു വ്യൂ പോയിന്റ് എന്താന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ അതില് ക്ലാസ് കോൺഫ്ലിക്റ്റ്, അത് മാർക്സിസത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടെനറ്റ് ആണ്. അതായത് ക്ലാസ് സ്ട്രഗിൾ, ക്ലാസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് മാർക്സിസം പ്രധാനമായിട്ട് അഡ്രസ് ചെയ്യുന്നത്. ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? കോൺസ്റ്റന്റ് ഹാർമണി. മാർക്സിസ്റ്റുകളെ സംബന്ധിച്ച് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഹാർമണി അല്ല, നേരെ മറിച്ച് അതൊരു കോൺഫ്ലിക്റ്റിന്റെ ഒരു സ്വഭാവമുള്ളതാണ്. ഏതൊക്കെ? ഡിവിഷൻ ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് പുവർ, അതുപോലെ ഡൊമിനേഷൻ ബൈ ദ റിച്ച് ക്ലാസ്, അതുപോലെ നിരന്തരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന കോൺഫ്ലിക്റ്റ്, ഇറീകൺസിബിൾ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ്. ഒരു ഹാർമണി എന്നുള്ള ഒരു പോയിന്റ് മാറ്റി നിർത്തിയാൽ മറ്റു ഓപ്ഷൻസ് ഒക്കെ ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. റൈറ്റ്. So next question, convention on the elimination of all forms of racial discrimination came into force in 1964, 65, 69 and 67. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൺ ലൈനർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഈ ഒരു കൺവെൻഷന് വന്നിട്ടുള്ള ഇത് came into force ഏത് വർഷമാണ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. Which is the right answer?
യു മസ്റ്റ് ട്രൈ ഇറ്റ്. ഈവൻ അത് ശരിയാവാം തെറ്റാവാം, നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏത് ആൻസർ ആയാലും പ്രശ്നമില്ല, നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് മേക്ക് എ ഗസ് ഇഫ് യു ഡോണ്ട് നോ ദ റൈറ്റ് ആൻസർ. ഓക്കെ, 2 പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരിക, അതായത് 3. 1969 ഇത് കെയിം ഇൻ ടു ഫോഴ്സ്, അത് നിലവിൽ വന്നിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അത് 69 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രോഡ്ലി ദ ടേം ഡെമോക്രസി implies a society based on privilege and hierarchy, a system by the people based on equal opportunity and individual merit, a system based on principle of majority rule, a mean of filling public offices through a competitive struggle for the popular vote, a system of government that serves the interests of the people regardless of their participation in political life. ഇതിൽ ഏതൊക്കെയാണ് ഡെമോക്രസി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്, ഏതൊക്കെയായിരിക്കും വരിക? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഡെമോക്രസി എന്നുള്ള ടേം ഇംപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? യു ക്യാൻ റെസ്പോണ്ട്. ഡെമോക്രസിയുടെ ബേസിക് ഡെഫിനിഷൻസ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ട് ഡെമോക്രസിനെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻസിൽ നമുക്ക് മാച്ച് ചെയ്യപ്പെടാൻ പറ്റുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത്. റൈറ്റ്, യാ, യെസ്, ഓപ്ഷൻ 3 എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. ബി സി ഡി എന്നുള്ള 4 സ്റ്റേറ്റ്മെന്റ്സും റൈറ്റ് ആയിട്ടുള്ളതാണ്. ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ എ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? ബേസ്ഡ് ഓൺ പ്രിവിലേജ് ആൻഡ് ഹൈറാർക്കി. നമുക്കറിയാം, ഇറ്റ്സ് വെരി കോമൺ സെൻസിക്കൽ ക്വസ്റ്റ്യൻ. ഹൈറാർക്കിയും പ്രിവിലേജും എക്സിസ്റ്റ് ചെയ്യുന്നത് ഡെമോക്രസിയിലല്ല, നേരെ മറിച്ച് ഓട്ടോക്രസി അല്ലെങ്കിൽ മറ്റ് ടോട്ടാലിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് പോലുള്ള റൂളിലായിരിക്കും. കാരണം ഡെമോക്രസി എന്നുള്ള ബൈ വേർഡ് ഇറ്റ് സെൽഫ് അത് ഡിനോട്ട് ചെയ്യുന്നത് റൂൾ ഓഫ് ദ പീപ്പിൾ, ഡെമോസ് ആൻഡ് ക്രാറ്റോസ് എന്നുള്ളതാണ്. അവിടെ പ്രിവിലേജിനും ഹൈറാർക്കിക്കും എല്ലാ റോളിലും. ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ വി ക്യാൻ ഈസിലി കണക്ട് ഇറ്റ് വിത്ത് ഡെമോക്രസി. സോ റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Kenichi Ohmei's idea of a borderless world is about Marxism, socialism, globalization, totalitarianism, interconnectedness of the world. ഒഹ്മേന്റെ ബോർഡർലെസ് വേൾഡ് എന്നുള്ള ഒരു ഐഡിയ അത് ഈ പറഞ്ഞ ഓപ്ഷൻസിൽ മാർക്സിസം, സോഷ്യലിസം, ഗ്ലോബലൈസേഷൻ, ടോട്ടാലിറ്റേറിയനിസം ആൻഡ് ഇന്റർകണക്ടഡ്നെസ് ഓഫ് ദ വേൾഡ്, ഇതിൽ ഏതൊക്കെ ഓപ്ഷൻ ആയിട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റുക? യാ, റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ്, ഒന്നാമത്തെ ഓപ്ഷൻ ആണ് വരിക. കാരണം ഇതും വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ബോർഡർലെസ് വേൾഡ് എന്നുള്ള ടേം കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും അത് പറയുന്നത് ഗ്ലോബലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ ഗ്ലോബലൈസേഷന്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് ദ വേൾഡ്. അപ്പോൾ സിയും ഇയും 2 ഓപ്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. സോ വി ക്യാൻ ഈസിലി പോയിന്റ് ഔട്ട് ദ റൈറ്റ് ആൻസർ. ഇതിൽ മനസ്സിലാക്കുക, ബോർഡർലെസ് വേൾഡ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ടൈറ്റിൽ കൂടിയാണ്. ഓക്കെ, പിന്നെ ഇദ്ദേഹം കെനിച്ചി ഓഹ്മ എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ഒന്നും അല്ല, പക്ഷെ അദ്ദേഹം ഓർഗനൈസേഷണൽ തിയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടും മാനേജ്മെന്റ് തിയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ ഇത്തരത്തിൽ ഗ്ലോബലൈസേഷനും അതെങ്ങനെയാണ് എക്കണോമിനെ ബാധിക്കുന്നത് എന്നുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ തിയറിസ്റ്റ് ആണ് കെനിച്ചി ഓഹ്മ എന്ന് പറയുന്നത്, ജാപ്പനീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഡിസ്ക്രൈബ്ഡ് ഡെമോക്രസി ആസ് ദ tyranny ഓഫ് ദ മെജോറിറ്റി? കൺഫ്യൂഷ്യസ്, ജെ.എസ്. മിൽ, അലക്സിസ് ഡി ടോക്കവിൽ, ഫ്രാൻസ് ഫെനോൺ. ഇതിൽ ആരാണ് ഡെമോക്രസിനെ tyranny ഓഫ് ദ മെജോറിറ്റി എന്നുള്ള ടേം ഉപയോഗിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ഇറ്റ്. ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് നെറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ലാസ്റ്റ് CUT 2024ലും സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു പോയിന്റ് ഔട്ട്. യാ, എല്ലാവരും ഓപ്ഷൻ 3 ആണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ആൻസർ അത് തന്നെയാണ്, അലക്സിസ് ഡി ടോക്കവില്ലെ ആണ്
tyranny of the majority എന്ന് പറഞ്ഞിട്ട് ഡെമോക്രസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡെമോക്രസിയിൽ എങ്ങനെയാണ് ഈ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ റൈറ്റ്സ്, അവരുടെ വോയിസ് സപ്രസ് ചെയ്യപ്പെടുകയും മെജോറിറ്റി റൂൾ നമ്മൾ പറയാറുണ്ടല്ലോ, മെജോറിറ്റി റൂൾ വെച്ചിട്ടാണ് ഡെമോക്രസി ബൈ ഡെഫിനിഷൻ അത് ഫങ്ഷൻ ചെയ്യാറുള്ളത് മോസ്റ്റ് ഓഫ് ദി സൊസൈറ്റീസ്. സോ അങ്ങനെയാണ് അദ്ദേഹം അത് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് പവർ ടു ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊമുൾഗേറ്റ് ഓർഡിനൻസ്? ഗവർണർക്ക് ഓർഡിനൻസ് പ്രൊമുൾഗേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണ്? 123, 213, 217, 223. This is the right answer. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ. ഓൾമോസ്റ്റ് 9 പീപ്പിൾ ആർ ദർ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ആൻസർ റോങ് ആവാം, അത് റൈറ്റ് ആവാം, അതൊന്നല്ല നമ്മളുടെ വിഷയം. നമ്മളൊരു പ്രാക്ടീസ് സെഷൻ ആണ്. അപ്പം നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ ആയിട്ട് എൻഗേജ് ചെയ്യുന്നതിന്റെ അത്ര നിങ്ങളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. സോ വാട്ട് എവർ വിൽ ബി ദ ആൻസേഴ്സ് യു മസ്റ്റ് ട്രൈ ഇറ്റ്. യാ, യെസ്, ഓൾമോസ്റ്റ് എല്ലാവരും കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. 213, ആർട്ടിക്കിൾ 213 ആണ് ഗവർണറുടെ ഓർഡിനൻസ് പ്രൊമുൾഗേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ. 123 എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആവരുത്. 123 എന്ന് പറയുന്നത് പ്രസിഡന്റിന് പ്രൊമുൾഗേറ്റ് ചെയ്യാനുള്ള, ഓർഡിനൻസ് പ്രൊമുൾഗേറ്റ് ചെയ്യാനുള്ള പവർ കൊടുക്കുന്നതാണ്. അപ്പൊ അത് ജസ്റ്റ് ആ ഒരു ട്രിക്കി ആയിട്ട് മനസ്സിലാക്കുക. 123 എന്നുള്ളത് പ്രസിഡന്റിൻ്റെതാണ്, 213 എന്നുള്ളത് ഗവർണറുടേതാണ്. നെക്സ്റ്റ് ഒരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഫെമിനിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിങ്കേഴ്സും അവരുടെ ബുക്സും ആണ് മാച്ച് ചെയ്യേണ്ടത്. കെയ്റ്റ് മില്ലറ്റ്, സിമോൺ ഡി ബൂവ, ജെർമെയിൻ ഗ്രീർ, ജുഡിത്ത് ബട്ട്ലർ. അവരുടെ പുസ്തകങ്ങൾ ദി ഫീമെയിൽ യൂണിറ്റ്, ജെൻഡർ ട്രബിൾ, സെക്ഷൽ പൊളിറ്റിക്സ്, ദ സെക്കൻഡ് സെക്സ്. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്നുള്ളത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. കോമൺ ആയിട്ട് കഴിഞ്ഞ എക്സാമിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സെയിം ബുക്സ് പ്രീവിയസ്ലി റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട്. ഓപ്ഷൻ ബാക്കിയുള്ളവർ കൂടി ഒന്ന് ട്രൈ ചെയ്യാം. യെസ്, അഭിനവ് അനന്യൊക്കെ പറഞ്ഞ റൈറ്റ് ആൻസർ ആണ് 1. യെസ്, ഓപ്ഷൻ 1 ആണ്. കെയ്റ്റ് മില്ലറ്റിൻ്റെതാണ് സെക്ഷൽ പൊളിറ്റിക്സ്, സിമോൺ ഡി ബൂവേൻ്റെതാണ് സെക്കൻഡ് സെക്സ്, ജെർമെയിൻ ഗ്രീറിൻ്റെതാണ് ഫീമെയിൽ യൂണിറ്റ്, ബട്ട്ലറിൻ്റെതാണ് ജെൻഡർ ട്രബിൾ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദി ഫോളോയിങ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. AB വാജ്പേയി, ചന്ദ്രശേഖർ, HD ദേവഗൌഡ, VP സിംഗ്, PV നരസിംഹറാവു. ഇവരുടെ അതിന്റെ പ്രൈം മിനിസ്റ്റർഷിപ്പിനനുസരിച്ചിട്ടുള്ള ക്രോണോളജിയാണ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ. യെസ്, യെസ്, ഇതിന്റെ ആൻസർ 2 അല്ല 1 ആണ് വരിക. ഇതില് പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ഓർഡർ നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. അതായത് ഒരുപാട് ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ഈ പേപ്പറിൽ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അവരുടെ ഓർഡേഴ്സ് മനസ്സിലാക്കി വെക്കുക. ഓരോ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ഡ്യൂറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദി ഫോളോയിങ് ആണ്. ലീഡേഴ്സും അവർ റൈസ് ചെയ്തിട്ടുള്ള സ്ലോഗൻസും ആണ് മാച്ച് ചെയ്യേണ്ടത്. ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, വിനോബ ഭാവെ, ദീൻ ദയാൽ ഉപാധ്യായ. ഗരീബി ഹട്ടാവോ, ഭൂദാൻ, ജയ് ജവാൻ ജയ് കിസാൻ, ഇന്റഗ്രൽ ഹ്യൂമനിസം. സോ വിച്ച് വിൽ ബി ദി ആൻസർ? യാ, ഓപ്ഷൻ യെസ്, ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ വരല്ലേ. ലാൽ ബഹദൂർ ശാസ്ത്രി, ജയ് ജവാൻ ജയ് കിസാൻ. ഇന്ദിരാഗാന്ധിൻ്റെതാണ് ഗരീബി ഹട്ടാവോ. അതുപോലെ വിനോബ ഭാവെ അദ്ദേഹത്തിൻ്റെതാണ് ഭൂദാൻ. ഭൂദാൻ എന്നുള്ളത് ഒരു മൂവ്മെന്റിന്റെ പേരിലാണ്. ദീൻ ദയാൽ ഉപാധ്യായയുടേതാണ് ഇന്റഗ്രൽ ഹ്യൂമനിസം എന്ന് പറയുന്നത്. അത് പലതവണ എക്സാമിന് മറ്റ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻ ആണ്.
കേസസിന്റെ ഇയർ അനലൈസ് ചെയ്യാന്നുള്ളതാണ്. അതിന്റെ ക്രോണോളജിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ കേസസ് ആണ്. അപ്പൊ അതില് SR ബോംബെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, മിനർവ മിൽസ് കേസ്, അതുപോലെ ഇന്ദ്ര സോഹാനിസ് കേസ്, ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇതില് മേജർ കേസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രോണോളജിയാണ്. സോ വിച്ച് ഈസ് ദ ആൻസർ? റൈറ്റ് ആൻസർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താണ് വരിക. യെസ് യെസ്, അഭിനവ് 3 ആണോ ചോദിച്ചിട്ടുണ്ട്. യെസ്, റൈറ്റ് ആൻസർ ആണ് വരിക. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1967 അത് വന്നിട്ടുള്ളത്. അതുപോലെ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 73 മിനർവ മിൽസ് 1980 ഇന്ദ്ര സോഹനി കേസ് 1992 SR ബൊമ്മൈ 1994 അപ്പൊ ഇങ്ങനെ കേസസിന്റെ ക്രോണോളജി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനമായിട്ട് ഇത് ഏതൊക്കെയായിട്ടാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ ഒരു ഓരോരോ കേസസിന്റെയും മാറ്റേഴ്സ്, SR ബൊമ്മായി അവിടെ പ്രസിഡൻഷ്യൽ റൂൾ നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ലിങ്ക് ചെയ്തിട്ടാണ്. സോഹാനി OBCസിന്റെ ഒക്കെ യൂണിയൻ ലെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മിനർവ മിൽസും അതുപോലെ കേശവാനന്ദ ഭാരതിയൊക്കെ ഇതിന്റെ ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അമെന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർട്ടിക്കിൾ 3ന്റെ അണ്ടറിൽ വരുന്നു. ലോസ് മെയ്ഡ് ബൈ പാർലമെന്റ് അണ്ടർ ആർട്ടിക്കിൾ 3 ക്രോണോളജിക്കൽ ഓർഡറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. ആന്ധ്ര സ്റ്റേറ്റ് ആക്ട്, ജമ്മു ആൻഡ് കശ്മീർ ആക്ട്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട്, ബോംബെ റീഓർഗനൈസേഷൻ ആക്ട്, സ്റ്റേറ്റ് ഓഫ് അരുണാചൽ പ്രദേശ് ആക്ട്. ഇതിന്റെ ക്രോണോളജിയാണ് ചെയ്യേണ്ടത്. It seems difficult, then let's move to answer. യെസ്, ഇർഫാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. 3 ആണ് വരിക. ഇതിന്റെ ഇയേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ആന്ധ്ര സ്റ്റേറ്റ് ആക്ട് എന്ന് പറയുന്നത് 1953 നമുക്കറിയാം ആന്ധ്രാപ്രദേശിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ് ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ബേസിലുള്ള ആദ്യത്തെ സ്റ്റേറ്റ് ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അജിറ്റേഷൻ നടത്തിയതൊക്കെ നമുക്കറിയാം. അതിന്റെ ശേഷമാണ് ആന്ധ്രാപ്രദേശിന് സ്റ്റേറ്റ് ഹുഡ് ലാംഗ്വേജ് ബേസിൽ കിട്ടിയതിന്റെ ശേഷം മറ്റ് സ്റ്റേറ്റുകളൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഡിമാൻഡ് റൈസ് ചെയ്തപ്പം അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റിസ് ഫസൽ അലി കമ്മിറ്റിനെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ആക്ട് ആണ്. അത് പ്രകാരം വന്നിട്ടുള്ള ആക്ട് ആണ് വന്നിട്ടുള്ളത്. അതിന്റെ ശേഷങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ബോംബെ മഹാരാഷ്ട്രയിന് വേണ്ടിയിട്ടുള്ള, അങ്ങനെ 1960 വന്നു. അതുപോലെ 86 അരുണാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ട് വന്നു. ഏറ്റവും റീസെന്റ് നമുക്കറിയാം 2019 പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിനെ സ്റ്റേറ്റ് ഹുഡിൽ നിന്ന് മാറ്റിയിട്ട് ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് എന്നുള്ള രൂപത്തിലേക്ക് അതിനെ റീഓർഗനൈസ് ചെയ്യാനുണ്ടായിട്ടുള്ളത്. അപ്പൊ അതിൽ ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് ഈസിലി ഹലോ, എന്റെ വോയിസ് ഓഡിബിൾ അല്ലേ? വോയിസ് ഇടയിൽ ബ്രേക്ക് ആയി പോയിനോ? ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ മൈക്ക് ഓപ്പൺ ആക്കിയിട്ടോ. ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ ഓക്കെ ഫൈൻ. ഇടയിൽ ബ്രേക്ക് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ ഫൈൻ. ഇൻ കേസ് വോയിസ് ബ്രേക്ക് ആകാൻ പറ്റുമോ ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വോയിസ് ഓപ്പൺ ആക്കിയിട്ട് പറയട്ടോ. മേ ബി ഇത് നെറ്റ്വർക്ക് ഇഷ്യൂ ആവാം. സോ ഞാൻ എന്തായാലും പറഞ്ഞത് യെസ്. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പം ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൽ എല്ലാ സ്റ്റേറ്റിന്റെയും ആക്ട് നിലവിൽ വന്നിട്ടുള്ള വർഷമൊന്നും ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എലിമിനേഷൻ ടെക്നിക് ഉപയോഗിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നമ്മൾ ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പോയിന്റ് എന്താ വെച്ചാൽ
നമുക്കിതിൽ JNK റീഓർഗനൈസേഷൻ ആക്ട് എന്നുള്ളത് കമ്പാരിറ്റീവ്ലി നമ്മൾക്ക് അറിയാൻ സാധ്യതയുണ്ട്. ഒരു കറണ്ട് അഫയർ രൂപത്തിൽ റീസെന്റ് നടന്നിട്ടുള്ള 2019 നടന്നിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അതിന്റെ ഡേറ്റ് കൃത്യമായിട്ട് അറിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ആക്ടിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് തന്നതിൽ വെച്ചിട്ട് ആകെ ഓപ്ഷൻ ബി ലാസ്റ്റ് വരുന്നത് ഒറ്റ ഓപ്ഷനിലേ ഉള്ളൂ. ഈസിലി നമുക്കത് ഗസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതിനൊക്കെ എലിമിനേറ്റ് ചെയ്തു. അത്തരത്തിൽ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് മാക്സിമം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. എസ്പെഷ്യലി ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെ നോളജ് ഒക്കെ ചെയ്യാൻ പറയുന്നതോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദി ഫോളോയിങ് ആണ്. ഓർഗനൈസേഷൻസും അതിന്റെ ഫോർമേഷൻ ഇയറും ആണ് മാച്ച് ചെയ്യേണ്ടത്. ആസിയാൻ, യൂറോപ്യൻ യൂണിയൻ, ആഫ്രിക്കൻ യൂണിയൻ, യൂറേഷ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി. ഇതിന്റെ ഫോർമേഷൻ ഇയേഴ്സ് 2000, 2002, 1967, 1993. ഇതിൽ ഏതൊക്കെയാണ് റീജിയണൽ ഓർഗനൈസേഷൻസ് ആണ്. അപ്പൊ അതിന്റെ ഫോം ചെയ്തിട്ടുള്ള ഇയർ ഏതാണ്? യെസ്, എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ 3 ആണ് വരിക. ആസിയാൻ 1967, യൂറോപ്യൻ യൂണിയൻ 1993, ആഫ്രിക്കൻ യൂണിയൻ 2002, യൂറേഷ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി 2000. നെക്സ്റ്റ് ഒരു പുസ്തകം തന്നിട്ട് ആരുടെ ഓർഡർ എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ്, എ സോഷ്യോളജിക്കൽ സ്റ്റഡീസ് ഓഫ് ദ ഒളിഗാറിക്കൽ ടെൻഡൻസീസ് ഓഫ് മോഡേൺ ഡെമോക്രസി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബുക്ക് ഇൻ കമ്പാരേറ്റീവ് പൊളിറ്റിക്സ്. കമ്പാരേറ്റീവ് പൊളിറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പുസ്തകമാണ്. ഇതിന്റെ ഓർഡർ ആരാണ്? അലക്സാണ്ടർ ഗ്രോവ്, റോബർട്ട് മിഷേൽസ്, JS ബ്രൗൺ, ബെർണാഡ് ഇ ബ്രൗൺ. ഓർഡർ അനലൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ഉണ്ടാവും. സോ വി ഷുഡ് ബി ഫെമിലിയറൈസ്ഡ് വിത്ത് മെയിൻ തിങ്കേഴ്സ് ആൻഡ് ദെയർ ബുക്സ്. രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. റോബർട്ട് മിഷേൽസ് ആണ്. പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം ഈ ഒരു ടെൻഡൻസിനെ കുറിച്ചിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അയൺ ലോ ഓഫ് ഒളിഗാർക്കി നമ്മൾ തിയറൈസേഷൻ വന്നിട്ടുള്ളത് ഈ ഒരു പുസ്തകത്തിലാണ് പ്രധാനമായിട്ടും. അത് റോബർട്ട് മിഷേൽസിനെ റിപ്പീറ്റഡ്ലി ചോദിച്ചു കാണാറുണ്ട്. 2018 NTA എക്സാം നടത്തുന്നത് മുതലുള്ള പല ക്വസ്റ്റ്യൻസിലും റോബർട്ട് മിഷേൽസിന് ഒന്നുകിൽ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവാം, ഇതുപോലെ ചോദിച്ചിട്ടുള്ളതാവാം, അതല്ലെങ്കിൽ മാച്ച് ദി ഫോളോയിങ്ങിലാവാം, അങ്ങനെയൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം മെയിൻ തിങ്കേഴ്സിന്റെ പുസ്തകങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് എക്സ്പാൻഷനിസ്റ്റ് നാഷണാലിസം? അഗ്രസീവ്, മിലിറ്ററിസ്റ്റ്, പീസ് ലവിങ്, എക്സ്പാൻഷനിസ്റ്റ്, ടോളറന്റ്. ഇതിൽ എക്സ്പാൻഷനിസ്റ്റ് നാഷണാലിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള ടേംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ which will be the right answer? You have to choose out of 5, you have to choose 3. ഇതിൽ രണ്ടെണ്ണാണ് റോങ് ആയിട്ടുള്ളത്. അപ്പൊ അതിന് റോങ് ആയതിന് കണ്ടെത്തിയാലും മതി. ഈസിലി ആൻസർ ചെയ്യും. ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ 3 ആണ് വരിക. അഗ്രസീവ്, മിലിറ്ററിസ്റ്റ് ആൻഡ് എക്സ്പാൻഷനിസ്റ്റ് അല്ലെ. പീസ് ലവിങ്, ടോളറന്റ് എന്ന് പറയുന്നത് ഒരിക്കലും എക്സ്പാൻഷനിസ്റ്റ് നാഷണാലിസത്തിന്റെ ഭാഗമായിരിക്കില്ല എന്നുള്ളതാണ് ഈസിലി മനസ്സിലാക്കാൻ പറ്റും കോമൺ സെൻസ് ഉപയോഗിച്ച്. നെക്സ്റ്റ് മാച്ച് ദി ഫോളോയിങ് ആണ്. അപ്രോച്ചസ്, പിന്നെ അതിന്റെ ആരാണ് അത് പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ളത്? ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ടു ഓർഗനൈസേഷൻസ്, ബൗണ്ടഡ് റാഷണാലിറ്റി, കോൺട്രിബ്യൂഷൻ, സാറ്റിസ്ഫാക്ഷൻ, ഇക്വിലിബ്രിയം, സെൽഫ് ആക്ച്വലൈസേഷൻ. ചെസ്റ്റർ ബെർണാഡ്, അബ്രഹാം മാസ്ലോ, ഹെർബർട്ട് സൈമൺ, ജോർജ് എൽട്ടൺ നായർ. യെസ്, എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസർ 4 ആണ് വരിക. പബ്ലിക് അഡ്മിനിസ്ട്രേഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ പൊതുവെ ചോദിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ തിയറീസ് വന്നിട്ട് മാനേജ്മെന്റ് തിയറീസ്, ഓർഗനൈസേഷണൽ തിയറീസ്, അതുപോലെ ഇത്തരത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള തിയറീസ് തന്നിട്ട് അതിനെ കണക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് പൊതുവെ കാണാറുണ്ട്. അപ്പൊ അത് എല്ലാ തിയറീസിന്റെയും ഇതിന്റെ പ്രൊപ്പോണ്ടേഴ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. Arrange the following number of seats allocated in descending order to the scheduled tribes in the states for Lok Sabha. Madhya Pradesh, Rajasthan, Odisha,
മഹാരാഷ്ട്ര, മേഘാലയ. ഈ സ്റ്റേറ്റ്സിന്റെ ലോക്സഭയിൽ ഈ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ഷെഡ്യൂൾഡ് ട്രൈബ്സിന് കൊടുത്തിട്ടുള്ള സീറ്റ് അലോട്ട് ചെയ്തതിന്റെ ഓർഡറാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഏറ്റവും കുറവിൽ നിന്ന് മുകളിലേക്ക് വരും. ഇതായിരിക്കും ഒന്ന് ഗസ് ചെയ്ത് നോക്കി ഏതാ വരിക. വൺ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബി ആണ് വരിക. ഇറ്റ് സീംസ് എ ബിഗ് ഡിഫിക്കൽട്ടി. ഫൈൻ. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. ഡിസെൻഡിങ് ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. സോറി, അസെൻഡിങ് ആണ് പറഞ്ഞത്. ഡിസെൻഡിങ് ഓർഡറിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിൽ മധ്യപ്രദേശിൽ 6, ഒഡീഷ 5, മഹാരാഷ്ട്ര 4, രാജസ്ഥാൻ 3, മേഘാലയ 2. ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്രോണോളജിക്കൽ ഓർഡറിൽ വന്നിട്ടുള്ളത്. സോ മനസ്സിലാക്കുക. നെക്സ്റ്റ്, വിച്ച് ലീഗ് ഓർ സൊസൈറ്റി വാസ് ഫോംഡ് ഇൻ 1787 ഇൻ ബ്രിട്ടൻ ടു ഒപ്പോസ് ദ സ്ലേവ് ട്രേഡ്? ബ്രിട്ടനിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ലേവ് ട്രേഡിനെ അതിനെ ഒപ്പോസ് ചെയ്തിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സൊസൈറ്റി ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വൺ ലൈനർ ക്വസ്റ്റ്യൻ ആണ്. ആന്റി കോൺ ലോ ലീഗ്, ദ ബ്ലാക്ക് പാന്തേഴ്സ്, ദ അബോളിഷൻ സൊസൈറ്റി, ദി ഐറിഷ് റിപ്പബ്ലിക്കൻ സൊസൈറ്റി. ഇതിൽ ഏതാണ് ആൻസർ വരിക? ലേബറിനെ ഒപ്പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള സൊസൈറ്റിയാണ് പറയേണ്ടത്. യെസ്, ബോത്ത് ഓഫ് യു ഹാവ് സെഡ് റൈറ്റ് ആൻസർ. അബോളിഷൻ സൊസൈറ്റി എന്നാണ് അത് അറിയപ്പെടുക. അതിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ദി സൊസൈറ്റി ഫോർ എഫക്ടിംഗ് ദി അബോളിഷൻ ഓഫ് ദ സ്ലേവ് ട്രേഡ്. അതുപോലെ സൊസൈറ്റി ഫോർ ദ അബോളിഷൻ ഓഫ് ദ സ്ലേവ് ട്രേഡ് എന്നും അബോളിഷൻ സൊസൈറ്റിനും ആന്റി സ്ലേവറി സൊസൈറ്റി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. 1787 ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പുസ്തകമാണ് ചോദിച്ചിട്ടുള്ളത്. ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് 1857. ഓദർ ആരാണ്? ബാൽ ഗംഗാധർ തിലക്, മൻമോഹൻ സിംഗ്, സ്വാമി വിവേകാനന്ദ, BD സവർക്കർ. ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ. യു ക്യാൻ ഈസിലി ആൻസർ ഇറ്റ്. ഏതായിരിക്കും? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാട്ടോ. ഐ തിങ്ക് ഓൺലി യു ആർ റെസ്പോണ്ടിങ്. ജസ്റ്റ് ഒന്ന് ഒരു പ്രാക്ടീസ് സെഷൻ ആയിട്ട് ഇതിനെ കാണുക. സോ യെസ്, എല്ലാവരും പറഞ്ഞത് റൈറ്റ് ആൻസർ ആണ്. BD സവർക്കർ ആണ്. സവർക്കറുടെ മറ്റ് പുസ്തകങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിലടക്കം ചോദിച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലോബലൈസേഷൻ പ്രൊമോട്ട്സ് മാർക്കറ്റ് എക്കോണമി, ക്യാപിറ്റൽ ഫ്ലോ, ഇൻഡിവിജ്വൽ ഫ്രീഡം, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, മൾട്ടി കൾച്ചറാലിസം. ഇതിൽ ഗ്ലോബലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പോയിന്റ്സ് ഏതൊക്കെയാന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇതും ഒരു കോമൺ സെൻസ് ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇതിൽ ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു സെന്റൻസിനൊന്ന് അനലൈസ് ചെയ്താൽ യു ക്യാൻ ഈസിലി ആൻസർ. യെസ്, റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ABCE ഈ 4 ഓപ്ഷൻസും റൈറ്റ് ആണ്. ഡി ആണ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത്. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അതൊരിക്കലും ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നിട്ടില്ല അല്ലെ. നമുക്കറിയാം, റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതൽ റിച്ച് ആകാനും പുവേഴ്സിന് എപ്പോഴും പുവർ ആയിട്ടുള്ള സ്റ്റേജിൽ തന്നെ നിലനിർത്താനുമാണ് കൂടുതൽ ഗ്ലോബലൈസേഷൻ, എസ്പെഷ്യലി ദി ക്യാപിറ്റലിസ്റ്റ് എക്കോണമി കൊണ്ടുവന്നിട്ടുള്ളത്. സോ യു ക്യാൻ ഈസിലി ആൻസർ. വിച്ച് ഇയർ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഡൈഡ് ഇൻ കശ്മീർ? BJPയുടെ സ്റ്റാൾവാർട്ട് ആയിട്ടുള്ള ശ്യാം പ്രസാദ് മുഖർജിയുടെ ഡെത്ത് കശ്മീരിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അതിന്റെ ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. 1947, 1953, 1951, 1948. സോ which will be the correct answer? യെസ്, റൈറ്റ് ആൻസർ 1953 ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പോയിന്റ് ചിലപ്പോൾ നമ്മൾ അത്ര നോട്ടീസ് ചെയ്യപ്പെടണം എന്നില്ല. ഇത്തരത്തിൽ ഓരോ ആൾക്കാരുടെയും ബർത്ത് ഡേറ്റും ഡെത്ത് ഡേറ്റും പഠിക്കുക എന്നുള്ളതും ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ്കേഴ്സിന്റെ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അത് വെച്ചിട്ട് ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ.
നെക്സ്റ്റ് ക്രൊണോളജിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കൗൺസിൽ, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ഫോർമേഷൻ ഓഫ് നീതി ആയോഗ്. ഇതും യു ക്യാൻ ഈസിലി ഗസ് ഇറ്റ്. ഇതില് ഏതാണ് റൈറ്റ് ആൻസർ വരിക? ആൻസർ 2 ആണ് വരിക അല്ലെ. ഇതില് ഇയേഴ്സ് നോട്ട് ചെയ്ത് വെക്കുക. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ 1992 ആണ്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് 93-ലാണ്. ചൈൽഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ വന്നിട്ട് 2007-ലാണ്. നീതി ആയോഗ് 2015-ആണ്. GST കൗൺസിൽ 2016-ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൗട്ടില്യാസ് എലമെന്റ്സ് ഓഫ് സ്റ്റേറ്റ് കൺസിസ്റ്റ് ഓഫ് the king, councillor, ministers and other higher officials, territory and population, fortified towns, treasury and allies, force. So, കൗട്ടില്യന്റെ സ്റ്റേറ്റിന്റെ എലമെന്റ്സ് പറയുന്നിടത്ത് ഇത് ഒരു കാര്യം 4 പോയിന്റ് കറക്റ്റ് ആണ്. അപ്പൊ അതിൽ ഏതാണ് ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ളത് ഞാൻ നോക്കാം. ഓപ്ഷൻ സി ആണ് വരിക അല്ലെ. ABCD എന്നുള്ളത് കറക്റ്റ് ഓപ്ഷൻ ആണ്. ഇതില് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എനിമീസ് ഒരിക്കലും സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് എലമെന്റ് ആയിട്ട് കൗട്ടില്യ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കൗട്ടില്യന്റെ ഈ എലമെന്റ്സ് ഓഫ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറിന്റെ പേരാണ് സപ്താംഗ് തിയറി എന്ന് പറയുന്നത്. സപ്താ മീൻസ് 7. സോ 7 ലിങ്ക്സ് ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ എലമെന്റ്സിനെയും ഓരോ കിങ് മിനിസ്റ്റർ പോലെയുള്ള പൊസിഷനുമായിട്ട് ബോഡി പാർട്സിനെ ഓരോ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം കണക്ട് ചെയ്യുന്നുണ്ട്. അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. സ്വാമി എന്ന് പറഞ്ഞ കിങ്, അമത്യ മിനിസ്റ്റർ, ജനപദ ടെറിട്ടറി ആൻഡ് പോപ്പുലേഷൻ, ദുർഗ ഫോർട്ട്, കോശ ട്രഷറി, ദണ്ഡ ആർമി, മിത്ര അലൈ. അത് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രൊണോളജിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഗോദാവരി ഇത് ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽസിന്റെ ക്രൊണോളജിയാണ് ചെയ്യേണ്ടത്. ഗോദാവരി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ, മഹാനദി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ, രവി ആൻഡ് ബീസ് വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ, കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ, മഹാദായി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ. സോ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ഇതിന്റെ റൈറ്റ് ആൻസർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. 4 ആണ് വരുന്നത്. അതിന്റെ ഇയർ കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഗോദാവരി വാട്ടർ ഡിസ്പ്യൂട്ട് 1969 ആണ്. രവി ആൻഡ് ബീസ് 1986 ആണ്. കാവേരി 1990 ആണ്. മഹാദായി 2010 ആണ്. മഹാനദി 2018 ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രൊണോളജിക്കൽ തന്നെയാണ്. സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിന്റെ പേരുകൾ, അതാണ് അവരുടെ പൊസിഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്രൊണോളജിയാണ് റെഡി ചെയ്യേണ്ടത്. എച്ച് എ കാനിയ, എൻ ഭഗവതി, രംഗനാഥ് മിശ്ര, മദൻ മോഹൻ പുഞ്ചി, SH കപ്പാദിയ. So which will be the seems difficult, and then let's go to answer. റൈറ്റ് ആൻസർ വരുന്നത് ഏത് തന്നെയാണ്. ഇത് കറക്റ്റ് അവരുടെ ഓർഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതില് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് വാസ്റ്റ് ലിസ്റ്റ്, നല്ല ഹെവി ആയിട്ടുള്ള ലിസ്റ്റ് ആണ്. ഇത് മാത്രമല്ല ഇതിന്റെ സെക്കൻഡ് പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇവരുടെ എല്ലാവരുടെയും പേര് ഇങ്ങനെ കാണാപ്പാഠം ചെയ്യാൻ, മെമ്മറൈസ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. സോ ജസ്റ്റ് ഏകദേശം അവരുടെ ഒരു ഓർഡർ മനസ്സിലാക്കി വെക്കുക. അതിൽ പ്രധാനപ്പെട്ട ചില ജസ്റ്റ് ചീഫ് ജസ്റ്റിസുകൾ ഉണ്ടാവും, അവരുടെ പേര് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറൌണ്ട് 10 to 15 ചീഫ് ജസ്റ്റിസിന്റെ ഒക്കെ ഒരു ഓർഡർ എങ്കിലും ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എലിമിനേഷനുള്ള ചാൻസ് എങ്കിലും ഉപയോഗപ്പെടുത്താൻ പറ്റും. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രൊണോളജിക്കൽ തന്നെയാണ്. മഹാരാഷ്ട്ര ഇതിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സീറ്റ്സ് അലോട്ടഡ് ടു ദി സ്റ്റേറ്റ്സ് ഇൻ ലോക്സഭ. ലോക്സഭയിൽ ഓരോ സ്റ്റേറ്റിനുള്ള സീറ്റിന്റെ നമ്പർ എത്രയാണ്?
അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, കർണാടക, ഒഡീഷ. അപ്പോ ലോക്സഭാ സീറ്റുകളുടെ നമ്പറാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ റീസെന്റ് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. സോ യു മൈറ്റ് ഹാവ് സീൻ ഓർ ഹേർഡ് അബൌട്ട് ഇറ്റ്. യെസ്, ആൻസർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ 3 ആണ് വരിക. അപ്പൊ അതില് മഹാരാഷ്ട്രക്ക് 48 ആണ്, വെസ്റ്റ് ബംഗാൾ 42, ബീഹാർ 40, കർണാടക 28 ആൻഡ് ഒഡീഷ 21. അപ്പോ ഈ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കണമെന്നില്ല. എന്നാലും ഓരോ സ്റ്റേറ്റ്സിനും ലോക്സഭയിലുള്ള സീറ്റ്സിന്റെ പ്രൊപ്പോർഷൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനോബ്രൂക്ക് ഫസ്റ്റ് കോൺഫറൻസ് ഏത് വർഷമാണ് നടന്നിട്ടുള്ളത്? 56, 58, 68, 70. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മിന്നോബ്രൂ കോൺഫറൻസ് ഫസ്റ്റ് കോൺഫറൻസ്, ഇതിന്റെ സെക്കൻഡ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നടന്നിട്ട് ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ വരിക, 1968. ഓക്കെ. നെക്സ്റ്റ്, CM ഓരോ സംസ്ഥാനങ്ങളുടെ ചീഫ് മിനിസ്റ്റേഴ്സ്, ഫോർമർ ചീഫ് മിനിസ്റ്റേഴ്സ് ആണ്, കറണ്ട് അല്ല. പിന്നെ സ്റ്റേറ്റ്സ് അത് തമ്മിൽ മാച്ച് ചെയ്യാനാണ്. കർപ്പൂരി ഠാക്കൂർ, രാം നരേഷ് യാദവ്, രവിശങ്കർ ശുക്ല, പ്രേം കുമാർ ധുമാൽ. ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ ആൻഡ് ഉത്തർപ്രദേശ്. ചീഫ് മിനിസ്റ്റേഴ്സും അവരുടെ സ്റ്റേറ്റ്സും തമ്മിലാണ് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത്. ഐ ഹോപ്പ് യു ക്യാൻ ഈസിലി കണക്ട്. സൗത്ത് സൗത്ത് ഇന്ത്യ എന്നുള്ള സ്റ്റേറ്റ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ചെറിയൊരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ടാവും. ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ 2 ആണ്. യെസ്, ആൻസർ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഒരാൾ. ഓപ്ഷൻ കർപ്പൂരി ഠാക്കൂർ വരിക മധ്യപ്രദേശ്, ബീഹാർ ആണ്. രാം നരേഷ് നാരായൺ വരിക, യാദവ് വരിക ഉത്തർപ്രദേശ് ആണ്. രവിശങ്കർ ശുക്ല എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഫോർമർ ചീഫ് മിനിസ്റ്റർ ആണ്. പ്രേം കുമാർ ധുമാൽ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊളിറ്റിക്കൽ എക്കണോമിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. മോർഗാൻതോ, പൊളിറ്റിക്സ് ആൻഡ് നേഷൻസ്, ആഡം സ്മിത്ത്, വെൽത്ത് ഓഫ് നേഷൻസ്, ഡാവിഡ് റിക്കാർഡോ, പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി ആൻഡ് ടാക്സാഷൻ, കാൾ മാർക്സ്, എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സ്, JS Mill, പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി. പൊളിറ്റിക്കൽ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഐ തിങ്ക് ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ. You can easily guess it. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. ഇതിൽ മോർഗൻതോണിന്റെ പുസ്തകം പൊളിറ്റിക്സ് അമംഗ് നേഷൻസ് എന്നുള്ള പുസ്തകം IR പുസ്തകമാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാം ഇത് പൊളിറ്റിക്കൽ എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റിലേറ്റഡ് ടു ലിബറലിസം? ലിബറലിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഐഡിയോളജി ഓഫ് ഇൻഡസ്ട്രിയലൈസ്ഡ് വെസ്റ്റ്, advocated virtues of laissez-faire, reflects the aspiration of rising industrial power. Liberalism and communism are closely linked. Locke was a key thinker of liberalism. ഇതിൽ ലിബറലിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടെത്തിയാൽ നമുക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും. ഇതിൽ ലിബറലിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാന്നുള്ളതാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. യെസ്, ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ലിബറലിസം ആൻഡ് കമ്മ്യൂണിസം ആർ ക്ലോസ്ലി ലിങ്ക്ഡ് എന്നുള്ളത് വി ക്യാൻ ഈസിലി ഐഡന്റിഫൈ അത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ്, ക്രൊണോളജിക്കൽ ഓർഡറിൽ ഡിഫറെന്റ് ഈവൻസിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സെറ്റപ്പ് അത് സ്ഥാപിച്ച വർഷം, സൂറത്ത് സ്പ്ലിറ്റ്, സെറ്റിംഗ് അപ്പ് ഓഫ് SNDP, പിന്നെ ITUFന്റെ ഫോർമേഷൻ, INTUCയുടെ ഫോർമേഷൻ. ട്രേഡ് യൂണിയൻസും അതുപോലെ സൂറത്ത് സ്പ്ലിറ്റ്, SNDP പോലുള്ള ഓർഗനൈസേഷൻസിന്റെ ക്രോണോളജി ആണ് ചോദിച്ചിട്ടുള്ളത്. സോ വിച്ച് വിൽ ബി ദ കറക്റ്റ് വൺ?
സോ ലെറ്റ്സ് ചെക്ക് ആൻസർ. ഓപ്ഷൻ സി ആണ് വരിക. അതിന്റെ ഇയർ മനസ്സിലാക്കുക. SNDP എന്ന് പറയുന്നത് കേരളത്തിലൊക്കെ സജീവമായിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പൊ അത് 1903 സ്ഥാപിച്ചിട്ടുള്ളത്. സൂറത്ത് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് 1907 നടന്നിട്ടുള്ളത്. പിന്നെ AITUCയുടെ സ്ഥാപനം 1920. അതുപോലെ 29 ATUF, INTUC 1947. ഈ ട്രേഡ് യൂണിയൻസിന്റെ ഒക്കെ ക്രോണോളജി അത് സ്ഥാപിച്ച വർഷം മുമ്പും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്തത്. നെക്സ്റ്റ് ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻ ആണ് പ്രസിഡൻസ് ഓഫ് ഇന്ത്യ. ഇതിന്റെ ക്രോണോളജി ആണ് ചെയ്യേണ്ടത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ ജാക്കിർ ഹുസൈൻ, ഡോക്ടർ എൻ സഞ്ജീവ റെഡ്ഡി, ആർ വെങ്കട്ടരാമൻ, ശങ്കർ ദയാൽ ശർമ്മ. ഇതിന്റെ ക്രോണോളജി ആണ് ചെയ്യേണ്ടത്. വിച്ച് വിൽ ബി ദ റൈറ്റ് ആൻസർ. നമ്മൾ ഒന്ന് സ്പീഡാക്കട്ടെ. നിങ്ങൾ ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ച് ചില ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിന് സ്പോട്ടിൽ ഒന്ന് ആൻസർ പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി സ്പീഡായിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, യെസ്, റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് വരിക. ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ABCD. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് പ്രസിഡൻസിന്റെ ഓർഡറിലാണ്. അപ്പൊ അത് കംപ്ലീറ്റ് പ്രസിഡന്റിന്റെ എല്ലാവരുടെയും അതിന്റെ ഒരു ഇയർ ക്രോണോളജിക്കൽ ഓർഡറിൽ മനസ്സിലാക്കി വെക്കുക. പ്രസാദ് ടു ദ്രൗപദി മുർമു. നെക്സ്റ്റ് മാച്ച് ദി ഫോളോയിങ് ആണ്. പൊളിറ്റിക്കൽ ലീഡേഴ്സും അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയും മാച്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ജ്യോതി ബാസു, ദീൻ ദയാൽ ഉപാധ്യായ, രാജ് ദിനേശ് സിംഗ്, ഭഗത് സിംഗ് കോശ്യാരി, ജനസൻ, കോൺഗ്രസ്, CPIM, BJP. സോ ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ. യു ക്യാൻ ആൻസർ ഇറ്റ്. ഏതായിരിക്കും? പൊളിറ്റിക്കൽ പാർട്ടീസും ലീഡേഴ്സും ആണ്. Option 3 is the right answer. Next, uniform civil code is the part of preamble of the constitution, fundamental duties, fundamental rights, DPSP. ഇതിലേതാണ് റൈറ്റ് ആൻസർ ചെയ്തത്? യെസ്, DPSP ആണ്. നോട്ട് ചെയ്ത് നോക്കുക. UCC എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 44 ആണ് വരിക. In which book Herbert Marcuse highlighted the totalitarian character of advanced industrial societies based not on terror and open brutality, but on their ability to control through coercive manipulation of means made possible by modern technology. It's books തന്നിട്ടുള്ളത് The Authoritarian Personnel, A One-Dimensional Man Towards a Rational Society, Spectres of Marx. ഹെർബർട്ട് മാർക്യൂസ് എന്ന് പറയുന്നത് ഒരു നിയോ മാർക്സിസ്റ്റ് തിങ്കർ ആണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഈ പറഞ്ഞൊരു സ്പെസിഫിക് ആയിട്ട് അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് എങ്ങനെയാണ് ഒരു ടോട്ടാലിറ്റേറിയൻ ക്യാരക്ടറിലേക്ക് മാറുന്നത്, അത് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ബ്രൂട്ടാലിറ്റി, ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് വളരെ സൈലന്റ് ആയിട്ട് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരുടെ വ്യക്തികളുടെ നീഡ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, അതിനെ ഒരു രൂപത്തിലേക്ക് മാറ്റിയിട്ട് കൊണ്ടുവരാന്നുള്ളതാണ്. ഒരു സൈലന്റ് സോഫ്റ്റ് പവർ ടൈപ്പ് ഓഫ് കൺട്രോളിലൂടെ ചെയ്യാന്നുള്ളതാണ്. ഇറ്റ്സ് വെരി ഫേമസ്. യെസ്, ഇർഫാനെ ചോദിച്ചത് 2 ആണോന്നാണ്. യെസ്, റൈറ്റ് ആൻസർ 2 ആണ്. വൺ ഡയമെൻഷണൽ മാൻ എന്നുള്ളതാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, മ്യൂണിക് അഗ്രിമെന്റ് വാസ് സൈൻഡ് ഇൻ 1938, 1935, 1936, 1933. മ്യൂണിക് അഗ്രിമെന്റ് ഏത് ഇയറിലാണ് സൈൻ ചെയ്തിട്ടുള്ളത്? യു ക്യാൻ ഈസിലി ആൻസർ. ജസ്റ്റ് 1938 മ്യൂണിക് അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ജർമ്മനിയുടെ ഹിറ്റ്ലറിന്റെ ആ ഒരു സമയത്ത് ജർമ്മനി ചെക്കോസ്ലോവാക്യ ആക്രമിച്ച് കൊണ്ടുള്ള ആ ടൈമിൽ ഉണ്ടായിട്ടുള്ള അഗ്രിമെന്റ്. നെക്സ്റ്റ്, ഹൂ റോട്ട് ദ ബുക്ക് ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റ്? MP ഫോലറ്റ്, പീറ്റർ ഡ്രക്കർ, ഫ്രെഡറിക് ഹെർബർട്ട്, പോൾ ഇവൈ. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഇസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റ്? ഏതാണ് ആൻസർ വരിക? ഇതിന്റെ ആൻസർ വരിക പീറ്റർ ഡ്രക്കർ ആണ്. ഓക്കെ, അത് നോക്കി വെക്കുക. പീറ്റർ ഡ്രക്കറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത്, MBO എന്നറിയപ്പെടുന്നത്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്,
ക്രോണോളജി അല്ല, ഇതിൽ ആർട്ടിക്കിൾ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. 155 അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണർ, 159 ഓത്ത് ഓർ അഫോർമേഷൻ ബൈ ദ ഗവർണർ, 176 special address by the governor, 123 power of governor to promulgate ordinance, 333 appointment of district judges by the governor. ഇതിൽ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്? ഇതിന്റെ ഓർഡറിൽ ചെയ്യാനല്ല, ഇതിന്റെ മാച്ച് ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ്. റൈറ്റ് ആൻസർ. ഓപ്ഷൻസിൽ എയും ബിയും എല്ലാ ഓപ്ഷൻസിലും ഉണ്ട്, സിയും എല്ലാ ഓപ്ഷൻസിലും ഉണ്ട് അല്ലെ? ബിയും ഇയും ഉണ്ടോ അതോ ഇല്ലാത്തതാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. യെസ്, ഇതിന്റെ ഓപ്ഷൻ വരിക 2 ആണ് വരിക. ഇതില് 1, 2, 3 എന്ന് പറയുന്നത് ഗവർണർക്ക് പ്രോമുൾഗേറ്റ് ചെയ്യാനുള്ളതല്ല, ഓർഡിനൻസ് പ്രസിഡന്റിൻ്റെതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2, 1, 3 ആണ് ഗവർണർക്ക്. പിന്നെ 333 എന്ന് പറയുന്നത് ഗവർണറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ തന്നെയാണ്, പക്ഷെ അത് ഡിസ്ട്രിക്ട് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, മറിച്ച് ഗവർണർക്ക് ആവശ്യാനുസരണം ആംഗ്ലോ ഇന്ത്യൻ സൊസൈറ്റിയിൽ നിന്നുള്ള സെക്ഷനിലുള്ള ആൾക്കാരെ ഇതിൽ ആഡ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. അത് പിന്നീട് ഒഴിവാക്കിയിട്ടുണ്ട് ആ ഒരു പ്രൊവിഷൻ. ഓക്കെ. Who wrote the famous book Men Who Manage on Aspect of Organizational Life? Another question from public administration. Levi Corses, Francis Lickert, Melville Dalton, A.H. Maslow, Abraham Maslow. So, which is the right answer? Men Who Manage. Yes, the answer is Melville Dalton. Who wrote the book The Origins of Totalitarianism? Hannah Arendt, Karl Marx, John Rawls, Thomas Hobbes. It's a very famous book. You must know it. You can easily answer ഏതായിരിക്കും Origins of Totalitarianism. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാട്ടോ. I think you are there. Yes. Yeah. എല്ലാവരും കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഹെന്ന ആരൻഡിന്റെ വർക്കാണ്. ഹെന്ന ആരൻഡിന്റെ മറ്റ് പുസ്തകങ്ങൾ കൂടിയുണ്ട്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓൺ ഹ്യൂമൻ കണ്ടീഷൻ, അതുപോലെ ഓൺ റെവല്യൂഷൻ, പെനാലിറ്റി ഓഫ് എവിൽ, എയ്റ്റ്മാൻ ഇൻ ജെറുസലം, ആ പുസ്തകത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. പിന്നെ ബാക്കിയുള്ള 3 തിങ്കേഴ്സും ഫേമസ് ആയിട്ടുള്ള തിങ്കേഴ്സ് ആണ്, അപ്പൊ അവരുടെ പുസ്തകങ്ങളും നോക്കി എടുക്കുക. നെക്സ്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻ ആണ്. Arrange the following states into descending order as their number of members in the state legislative assembly. നിയമസഭകളിലുള്ള മെമ്പേഴ്സിന്റെ, ഓരോ സ്റ്റേറ്റിനുമുള്ള മെമ്പേഴ്സിന്റെ ഓർഡറാണ് ചെയ്യേണ്ടത്. ഉത്തർപ്രദേശ്, തമിഴ്നാട്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ആസാം. നിയമസഭയിലുള്ള MLA-മാരുടെ എണ്ണത്തിനനുസരിച്ചിട്ട് പിന്നെ ഡിസെൻഡിങ് ഓർഡറിലേക്ക് ചേഞ്ച് ചെയ്യാണ് വേണ്ടത്. ഓക്കെ. Which will be the correct answer? ഇതിന്റെ ആൻസർ ഒരാൾ റൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് വരിക. ഇതിൽ UP-യിലാണ്, നമുക്കറിയാം UP ഇന്ത്യയിൽ പോപ്പുലസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. 403 ആണ് UP-യിലുള്ള MLA-മാരുടെ എണ്ണം എന്ന് പറയുന്നത്. സെക്കൻഡ്ലി തമിഴ്നാട് 234, then മധ്യപ്രദേശ് 230, രാജസ്ഥാൻ 200, ആസാം 126. ഓക്കെ. നെക്സ്റ്റ് വൈസ് പ്രസിഡന്റിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ആണ്. DS ഷെഖാവത്ത്, KR നാരായണൻ, M ഹിദായത്തുള്ള, BD ജാറ്റി, JSGS പട്ടേൽ. വൈസ് പ്രസിഡൻസ് ഓഫ് ഇന്ത്യ, ഇതിന്റെ ക്രോണോളജി ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും ആൻസർ വരാം? ആൻസർ യെസ്, ഇതാണ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് വരിക അല്ലെ? സെക്കൻഡ്. സോ വൈസ് പ്രസിഡൻസിന്റെ ലിസ്റ്റും ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഓർഡർ കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. നെക്സ്റ്റ് പുസ്തകം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എ പ്ലീ ഫോർ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി. ഭഗത് സിംഗ്, ദാദാഭായ് നവറോജി, ജയപ്രകാശ് നാരായൺ, ജവഹർലാൽ നെഹ്റു. ദിസ് ഓൾസോ എ ഫേമസ് ബുക്ക്. ഇതിന്റെ ഓർഡർ ആരാണ്?
യെസ്, JP നാരായണനാണ് ഇതിന്റെ ഓർഡർ. Who among the following viewed nationalism as cultural artifacts of a particular kind, defining nation as an imagined community? Ernest Gellner, Johann Herder, Benedict Anderson, Giuseppe Mazzini. He is also from comparative politics. So nationalist ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള one of the famous definitions. Who is the ഓപ്ഷൻ സി ആണ്. വരിക ബെനഡിക്ട് ആൻഡേഴ്സ്. നെക്സ്റ്റ് RTI, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ, ഈസ് എ മീൻസ് ഓഫ് സ്ട്രെങ്തനിങ് ഡെമോക്രസി ഡ്യൂ ടു ഓപ്പൺനെസ്, മെയിൻറ്റെയിനിങ് സീക്രസി, ട്രാൻസ്പെറൻസി, ബ്യൂറോട്ടിക് റിട്ടാപ്പിസം, അക്കൗണ്ടബിലിറ്റി. ഇതിൽ 3 ഓപ്ഷൻസ് ആണ് കറക്റ്റ് ആയിട്ട് RTIയുടെ ഈ ഒരു സ്ട്രെങ്തനിങ് ഓഫ് ഡെമോക്രസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. യെസ്, ഓപ്ഷൻ സി ആണ് വരിക, ഇതില് മെയിൻറ്റെയിനിങ് സീക്രസി എന്നുള്ളത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് സീക്രസി എന്നുള്ളതല്ല, എല്ലാം ഓപ്പൺനെസ് ആയിട്ട് ആൾക്കാർക്ക്, പൊതുജനങ്ങൾക്ക് അറിയാനുള്ള ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ് RTIയുടെ പ്രത്യേകത. അതുപോലെ റെഡ് ടാപ്പിസം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ അവരുടെ ക്രോളജിക്കൽ ഓർഡറാണ് ചെയ്യേണ്ടത്. കെ സാന്തനം, AM ഖുസ്രു, മഹാവീർ ത്യാഗി, NK സിംഗ്, YB ചാവൻ. ഫൈനാൻസ് കമ്മീഷൻ ചെയർമാന്റെ ക്രോളജിക്കൽ ഓർഡർ. റൈറ്റ് ആൻസർ സി ആണ് വരുന്നത്. ഇതിന്റെ ഓർഡർ വരുന്നത് ഇതുപോലെയാണ് വരിക. ഇതില് യെസ്, റിവേഴ്സ് ഓർഡറിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ലാസ്റ്റ് വരുന്നത് NK സിംഗ്, പിന്നെ AM ഖുസ്രു, YB ചവൻ, മഹാവീർ ത്യാഗി, K സാന്തൻ. ആ രൂപത്തിലാണ് വരിക. പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ഭാഗമൊന്നുമല്ല. ഓരോ ബോഡിന്റെയും മെമ്പേഴ്സിനെ പഠിക്കുക എന്നുള്ളതിലപ്പുറത്ത് അവരുടെ ക്രോണോളജി കൂടി പഠിക്കുക എന്ന് പറയാം. അഥവാ ഫിനാൻസ് കമ്മീഷൻ, അങ്ങനെ വിജിലൻസ് കമ്മീഷൻ, CBI, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഇൻഡിപെൻഡന്റും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബോഡീസ് ഉണ്ടാവും. അതിന്റെയൊക്കെ മെമ്പേഴ്സിനെ, ചെയർമാൻസിനെ പഠിക്കുക എന്നുള്ളത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഒരു ഡിഫിക്കൽട്ട് ലെവലിലായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അപ്പം ഫേമസ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, CJI, അതുപോലെ പ്രൈം മിനിസ്റ്റർ, ഇത്തരത്തിലുള്ള ആൾക്കാരുടെയൊക്കെ മസ്റ്റ് ആയിട്ട് നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാവും അവരുടെ ഓർഡേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബുക്സും ഓർഡേഴ്സും ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് തിയറി, ബിഹേവിയർ അപ്രോച്ചസ് ടു public administration, emerging synthesis in American public administration, administrative theory and public administration. It seems quite difficult. Heath M. Henderson, Griffith, Daniel, Rob. Just make a guess which will be the right answer. The answer വരുന്നത് 4 ആണ്. ഇതിൽ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി എന്ന് പറയുന്നത് ഡാനിയൽ ഫിക്സ് ആണ്. ബിഹേവിയറൽ അപ്രോച്ച് ടു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് റോബർട്ട് ടെസ്കൂസിൻ്റെതാണ്. എമർജിംഗ് സിന്തസിസ് ഇൻ അമേരിക്കൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഹീത്ത് ഹാൻഡേഴ്സൺ. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, RJS ബേക്കർ. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്ര ഫേമസ് ആയിട്ടുള്ള ടീച്ചേഴ്സും അല്ല, അതുപോലെ അത്ര ഫേമസ് ആയിട്ടുള്ള ബുക്സും അല്ല പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. Next question, the Indian Constitution ensures individual freedom by limiting the power of government, laying down relations between the state and individuals by demanding their powers and rights respective, defining civil rights and liberties, recognizing the fundamental rights of people, no guaranteeing for the delivery of rights. ഇതിൽ 5 സ്റ്റേറ്റ്മെന്റിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ഓപ്ഷൻ ആണ് റോങ് ആയിട്ടുള്ളത്. അപ്പൊ അതിൽ ഏതാണ് ഓഡ് വൺ ഔട്ട് കണ്ടെത്തിയാൽ ബാക്കിയുള്ള ഓപ്ഷൻസ് റൈറ്റ് ആണ്. സോ യു ക്യാൻ ഈസിലി എലിമിനേറ്റ്. വിച്ച് വിൽ ബി ദ റൈറ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ 3 ആണ് വരിക അല്ലേ. കാരണം ഈസിലി നമുക്ക് കോമൺ സെൻസ് ആയിട്ടാണ് ഉപയോഗിക്കാം. നോ ഗ്യാരണ്ടിങ് ഫോർ ദ ഡെലിവറി ഓഫ് റൈറ്റ്സ് എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്.
നെക്സ്റ്റ് പൊളിറ്റിക്കൽ ഈവൻസും അതിന്റെ ഇയറും ആണ് മാച്ച് ചെയ്യേണ്ടത്. ഡിസ്മിസൽ ഓഫ് നമ്പൂതിരിപ്പാട് ഗവൺമെന്റ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, എം കുഞ്ചി കമ്മീഷൻ റിപ്പോർട്ട്, സർക്കാരിയ കമ്മീഷൻ. സോ 1987, 88, 1984, 2010, 1959 ഇതിൽ മാച്ച് ചെയ്യാനാണ് ചോദിച്ചത്. യെസ്, ഇതിന്റെ ആൻസർ 4 ആണ് വരിക. നമ്പൂതിരിപ്പാട് ഗവൺമെന്റ്, കേരള ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റത്തെ ഗവൺമെന്റിന് 1959 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇന്ദിരാഗാന്ധി ഗോൾഡൻ ടെമ്പിളിൽ നടപ്പിലാക്കിയിട്ടുള്ളത് 1984 ഇതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഇന്ദിരാഗാന്ധിന്റെ അസാസിനേഷൻ നടക്കുന്നത്. അതുപോലെ എം കുഞ്ചി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് 2010 അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് 2007 സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് 1987 India is emerging as a great power due to its growing economic power, diplomatic relations, military capacities, increasing conflicts with neighbors, decreasing soft power. ഇന്ത്യ ഒരു ഗ്ലോബൽ എമേർജിംഗ് പവറായിട്ട്, ഗ്രേറ്റ് പവറായിട്ട് മാറുന്നതിന്റെ കാരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള മൂന്നെണ്ണം കറക്റ്റ് ആണ്. അപ്പം ഇൻകറക്റ്റ് ആയിട്ടുള്ള 2 കണ്ടെത്തിയാൽ യു ക്യാൻ ഈസിലി ആൻസർ ഇറ്റ്. യെസ്, ഓപ്ഷൻ 1 ആണ് റൈറ്റ് വരിക അല്ലെ. ഇതില് ഇൻക്രീസിങ് കോൺഫ്ലിക്ട്സ് വിത്ത് നെയ്ബേഴ്സ്, കോൺഫ്ലിക്ട് ഉണ്ടാകുമ്പോഴല്ല ഒരു എമേർജിംഗ് പവർ ആയിട്ട് മാറുക. അതുപോലെ ഡിക്രീസിങ് സോഫ്റ്റ് പവർ, നേരെ ഓപ്പോസിറ്റ് ആണ് വരേണ്ടത് അല്ലെ. യെസ്, NREGA was implemented in 2002, 2006, 2008 and 2009. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. NREGA ഇംപ്ലിമെന്റ് ചെയ്ത ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. Which is the right answer. Okay, 2006 അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. Next, theory of Saptan Rajya, postulating a 7-organ institution of state, has been proposed by Thomas Hobbes, Kautilya, John Locke, Calhoun. So it's a very easy question. Yes, option 2 Kautilya ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ വരിക. ഓൾറെഡി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് നേരത്തെ ഒരു സിമിലർ ആയിട്ട്. സോ can easily answer it. Next, which Indian Prime Minister has ever visited Minar-e-Pakistan in Lahore? Jawaharlal Nehru, Lal Bahadur Shastri, A.B. Vajpayee, Manmohan Singh. Minar-e-Pakistan ഉള്ളത് ലാഹോറിലുള്ള ഒരു ടൗൺ ആണ്. അവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആരാണ്? യെസ്, എ ബി വാജ്പേയി ആണ് അവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. Next, Dag Hammarskjöld appointed as the Secretary General of UN in 1961, 46, 51 and 53. Dag Hammarskjöld എന്നുള്ള വ്യക്തി സെക്രട്ടറി ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, Google has answered 1953. Next question, Hawthorne experiments pioneered a movement which came to be known as public choice approach, Weberian approach, Parkinson's approach, human relations approach to management. Hawthorne experiment, it's very famous in public administration theories. So which is the correct answer? ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഹോത്തോൺ എക്സ്പെരിമെന്റ് ഫേമസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പിന്നീട് അറിയപ്പെട്ടിട്ടുള്ളത്? ഇതായിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ 1 അല്ല, ഓപ്ഷൻ 4 ആണ് വരിക. അതായത് ഹ്യൂമൻ റിലേഷൻസ് തിയറി എന്ന് പറയുന്നത്, ഹ്യൂമൻ റിലേഷൻസ് തിയറി എൽട്ടൺ മായോ ആണ് ഇത് പുറത്തോണ്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയിൽ അവിടെയുള്ള വർക്കേഴ്സിന്റെ മുകളിൽ നടത്തിയിട്ടുള്ള പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഹോത്തോൺ എക്സ്പെരിമെന്റ്സ് അറിയപ്പെടുന്നത്. ആ ഒരു എക്സ്പെരിമെന്റിനെയാണ്. അപ്പൊ അതിൽ 4 സ്റ്റേജ് ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് പിന്നീട് അറിയപ്പെട്ടുള്ളത് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യ ജോയിൻഡ് ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഓൺ, ഏത് ദിവസമാണ് ഇന്ത്യ ജോയിൻ ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്? January 1st, 1995, 11th January 1996, 1st January 1997, 11th January 1993. It's a tricky question. The answer you can easily understand it. Let me say, ഏത് ദിവസമാണ് ഇന്ത്യ ജോയിൻ ചെയ്തിട്ടുള്ളത്? യെസ്, ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് വരിക. 1995 WTO ചെയ്തിട്ട് ഇതായിട്ട് വന്നിട്ടെന്ന് നമുക്ക് അറിയാം.
ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് WTOയുടെ ഒരു ഫൗണ്ടിങ് മെമ്പർ ആണ്. സോ ഫൗണ്ടിങ് മെമ്പർ ആയതുകൊണ്ട് തന്നെ ആ ഒരു സെയിം ഇയറിൽ തന്നെ ആ ദിവസം തന്നെ ജോയിൻ ചെയ്തു എന്നുള്ളതാണ് എന്താ ഈസിലി ഗസ് ചെയ്യാൻ. നെക്സ്റ്റ് തിയറീസും അതിന്റെ പ്രൊഫൗണ്ടേഴ്സും തമ്മിൽ മാച്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സയന്റിഫിക് മാനേജ്മെന്റ്, ലിങ്കിങ് ഇൻ മോഡൽ, അലൈനേഷൻ ഓഫ് ബ്യൂറോക്രസി, ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതിന്റെ പ്രൊഫൗണ്ടേഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കാൾ മാർക്സ്, FW ടൈലർ, ഡ്വൈറ്റ് വാൾഡോ, ഫ്രാൻസിസ് ലിക്കർ. ഇറ്റ്സ് ഓൾസോ an easy question which will be the correct one. യെസ്, ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ വരിക അല്ലെ. സയന്റിഫിക് മാനേജ്മെന്റ് FW ടൈലർ, ലിങ്കിങ് പിൻ മോഡൽ ഫ്രാൻസിസ് ലിക്കർട്ട്, അലൈനേഷൻ ഓഫ് ബ്യൂറോക്രസി കാൾ മാർക്സ്, അലൈനേഷൻ തിയറി അദ്ദേഹത്തിന്റെ, ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഡ്വൈറ്റ് വാൾട്ടോന്റെ. നെക്സ്റ്റ്, ഇൻ വിച്ച് ഇയർ മഹാത്മാഗാന്ധി അണ്ടർടുക്ക് ദണ്ഡി യാത്ര? 1930, 1928, 1932, 1933. which is the right option. ദണ്ഡി യാത്ര മഹാത്മാഗാന്ധി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏത് വർഷമാണ്? യെസ്, ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ വരിക അല്ലെ. 1930. നെക്സ്റ്റ്, മാച്ച് ദി ഫോളോയിങ് തന്നെയാണ്. ഹ്യൂമൻ റൈറ്റ്സ് കൺവെൻഷൻ അല്ലെങ്കിൽ അതിന്റെ ഡിക്ലറേഷൻ, അതിന്റെ ഇയർ മാച്ച് ചെയ്യാന്നുള്ളതാണ്. ഡിക്ലറേഷൻ ഓൺ ടോർച്ചർ, കൺവെൻഷൻ റിലേറ്റിംഗ് ടു ദി സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജീസ്, കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ, കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് എ ചൈൽഡ്. 1975, 1990, 1954, 1981. So which will be the correct answer? Let's check it. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ് വരുന്നത്. അതിന്റെ ഇയർ കറക്റ്റ് ഓർമ്മയിൽ ഉണ്ടാവുക. ഒരു പ്രധാനപ്പെട്ട കൺവെൻഷനുകളുടെ ഇയേഴ്സ് ചോദിക്കാറുണ്ട്. അത് ക്രോണോളജിക്കലും ചിലപ്പോൾ ചോദിച്ചു കാണാറുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ടു സ്റ്റേറ്റ് ഇൻ രാജ്യസഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഫ്രം ദ ഹയസ്റ്റ് ടു ദ ലോവസ്റ്റ് ഓർഡർ. അതായത് രാജ്യസഭയിലുള്ള ഓരോ സ്റ്റേറ്റിന്റെയും സീറ്റുകൾ എത്രയാണെന്നുള്ളതിനെ അത് ഏറ്റവും കൂടുതൽ ഉള്ളതിന് കുറവിലേക്കാണ് നമ്മൾ ഓർഡർ ആക്കുന്നത്, ക്രോണോളജിക്കലി ചെയ്യേണ്ടത്. മധ്യപ്രദേശ്, ഒഡീഷ, മഹാരാഷ്ട്ര, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ വരിക? യെസ്, ഇതിന്റെ റൈറ്റ് ആൻസർ 2 ആണ് വരുന്നത്. അപ്പൊ അതിന്റെ നമ്പേഴ്സ് നോക്കാം. മഹാരാഷ്ട്ര 19, തമിഴ്നാട് 18, വെസ്റ്റ് ബംഗാൾ 16, മധ്യപ്രദേശ് 11, ഒഡീഷ 10. ഓക്കെ. ഇൻ വിച്ച് ഇയർ ജപ്പാൻ ഇൻവേഡഡ് മഞ്ചൂരിയ? ജപ്പാന് മഞ്ചൂരിയനെ ആക്രമിച്ചിട്ടുള്ളത്, അവിടെ ഇൻവേഷൻ നടത്തിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. which is the correct answer? യെസ്, 4 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 1931. Next question, by which constitutional amendment act maintenance of internal security act, അതായത് MISA, was removed from the 9th schedule? 38th Amendment Act 1974, 42nd Amendment Act 1976, 44th Amendment Act 1978, 52nd Amendment Act 1986. Which is the correct answer? Yeah, option 3 ആണ് വരിക, 44th Amendment Act. നെക്സ്റ്റ്, മാച്ച് ദി ഫോളോയിങ് ആണ്. ഓതേഴ്സും അവരുടെ ബുക്സും ആണ്. ജോൺ റോൾസ്, ഹെന്ന ആരൻ, പ്ലാറ്റോ, ജോൺ ലോക്ക്. ബുക്സ് പൊളിറ്റിക്കൽ ലിബറലിസം, എ ലെറ്റർ കൺസേണിംഗ് ടോളറേഷൻ, ഓൺ റെവല്യൂഷൻ, ദി ലോസ്. സോ പ്രധാനപ്പെട്ട ഓതേഴ്സും അവരുടെ പുസ്തകങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. സോ വിച്ച് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ 2 ആണ് എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. ഇൻ വിച്ച് general election the prevailing dominant Congress party lost half of the seats to the opposition? കോൺഗ്രസിന്
അവരുടെ കയ്യിലുണ്ടായിരുന്ന സീറ്റ്സിൽ നിന്ന് ഏകദേശം അതിന്റെ ഹാഫ് സീറ്റ്സും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഇലക്ഷൻ ഏതായിരുന്നു എന്നുള്ളതാണ് ജനറൽ ഇലക്ഷൻ. 1962, 1957, 1967, 1971. So which is the right option? ഇത് ഓപ്ഷൻ സി ആണ് വരിക. 1967 ആണ് വരിക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 1967 കൂടിയാണ് കോൺഗ്രസിന് ആ ഒരു വൺ പാർട്ടി ഡോമിനൻസ് ആയിട്ട് ഏകദേശം 1.5 decades കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ടായിരുന്നതിനെ തകർത്തിട്ട് പിന്നീട് വന്നിട്ടുള്ളത്. അതായത് മറ്റ് സർക്കാരുകൾക്കുള്ള ചാൻസ്, അതിനുശേഷം ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർക്കുള്ള ഡോമിനൻസിനെ ക്വസ്റ്റ്യൻ ചെയ്തില്ല. സ്റ്റേറ്റ് ഇലക്ഷനിൽ അവർക്ക് നല്ലൊരു രൂപത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇലക്ഷനാണ്. ഓക്കെ. Who said history is the growth of reason to consciousness of itself, and the constitutional legalistic state is the culmination of history? It's very famous quotation. Friedrich Hegel, Franz Fanon, John Locke, Mary Wollstonecraft. ഇതിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് ഓഫ് റീസൺ ആണ്. അത് ആ കോൺഷ്യസ്നെസിന്റെ ഏറ്റവും അറ്റ്മോസ്റ്റ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഹിസ്റ്ററിയിൽ ഒരു കൾമിനേഷൻ സംഭവിക്കുകയാണ്. അതായത് അതിന്റെ ഒരു ഫോം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലീഗലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഓക്കെ. യെസ്, ഓപ്ഷൻ 1 ആണ്. ഹെഗലിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഹെഗലിന്റെ നമുക്കറിയാം സ്റ്റേറ്റ് ഇസ് ദ മാർച്ച് ഓഫ് ഗോഡ് ഓൺ എർത്ത് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റിനെ ജീസ്റ്റുമായിട്ട് സ്പിരിറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിന്റെ ഏറ്റവും അറ്റ്മോസ്റ്റ് ഫോം ആയിട്ട് ടോപ്പിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഹെഗൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് മാച്ച് ദി ഫോളോയിങ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സും അത് മറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ബോറോ ചെയ്തിട്ടുള്ളത് ഏതൊക്കെ കൺട്രീസിന്റെ ആണെന്നുള്ളതാണ് മാച്ച് ചെയ്യേണ്ടത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, എമർജൻസി പവർ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ, USSR കോൺസ്റ്റിറ്റ്യൂഷൻ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. സോ വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ? യെസ്, ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സ് US-ൻ്റെതാണ്, DPSP എന്ന് പറയുന്നത് ഐറിഷ് ആണ്, എമർജൻസി പവർ ജർമ്മൻ ആണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് USSR ആണ്. ഇത് കൂടാതെ മറ്റ് കൺട്രീസിന്റെ ഒക്കെ ബോറോ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഈ കൺട്രീസിൽ നിന്ന് തന്നെ ഇതല്ലാതെയുള്ള പ്രൊവിഷൻസ് ബോറോ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. വിച്ച് കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ബൈ ജനതാ പാർട്ടി ഗവൺമെന്റ് ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ആൻട്രി ബെത്തുള്ള കമ്മിറ്റി, രാം മനോഹർ ലോഹിയ കമ്മിറ്റി, ജ്യോതി ബാസു കമ്മിറ്റി, അശോക് മെഹ്ത കമ്മിറ്റി. ജനതാ പാർട്ടി ഗവൺമെന്റ് പവറിൽ വന്നപ്പോൾ എമർജൻസിക്ക് ശേഷം ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള കമ്മിറ്റി. യെസ്, ഓപ്ഷൻ 4 ആണ് കറക്റ്റ് വരിക, അശോക മെഹ്ത കമ്മിറ്റി. The classical mercantilist strategy aimed to build states. മെർക്കാന്റിലിസം എന്നുള്ളത് നമുക്ക് അറിയാം, ഇതൊരു ഓൾഡ് എക്കണോമിക് തിയറി ആണ്, ഒരു അപ്രോച്ച് ആണ്. സോ അത് സ്റ്റേറ്റിനെ ബിൽഡ് ചെയ്യുന്നതിൽ എയിം ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ്. വെൽത്ത്, പവർ, പ്രസ്റ്റീജ്, മാക്സിമൈസ് എക്സ്പോർട്ട്, മാക്സിമൈസ് ഇമ്പോർട്ട് ആൻഡ് മിനിമൈസ് എക്സ്പോർട്ട്. ഈ 4 ഓപ്ഷൻസ് റൈറ്റ് ആണ്. അതിലേതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത് കണ്ടെത്തിയാൽ അതിനെ എലിമിനേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻ ആൻസർ. Which is the right one? ഇതിന്റെ ആൻസർ വരുന്നത് ABCD ആണ് റൈറ്റ് വരിക. അതായത് മെർക്കാന്റിലിസം എന്ന് പറയുന്നത് ഒരു എക്കണോമിക് അപ്രോച്ച് ആണ്. അത് ഒരു പ്രൊട്ടക്ഷനിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോച്ച് ആണ്. സ്റ്റേറ്റ് അവരുടെ ഇമ്പോർട്ടിനെ മാക്സിമം കുറക്കുക. ഇവിടെ മാക്സിമൈസ് ഇമ്പോർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മിനിമൈസ് ഇമ്പോർട്ട് ആൻഡ് മാക്സിമൈസ് എക്സ്പോർട്ട് എന്നുള്ളതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പിന്നെ വെൽത്ത്, പവർ, പ്രസ്റ്റീജ് എന്നൊക്കെ അതിന്റെ ഒരു കോൺസിക്വൻഷ്യൽ ആയിട്ട് കിട്ടുന്ന ഒരു എലമെന്റ്സ് ആണ്. സോ next question, who wrote the book An Introduction to the Study of the Law of the Constitution? Albert V. Dacey, Alexis de Tocqueville, Fareed Zakaria, Stephen Cohen. ഇതിൽ ആരാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്? Option 1 is the correct answer, A.V. Dacey. Next, who among the following has written the book The Functions of the Executive? Chester Bernard, Herbert Simon, Chris Eric Weiss, Abraham Maslow. Which is the correct answer?
യെസ്, ഓപ്ഷൻ 1 ആണ്, ചെസ്റ്റർ ബെർണാഡ് ആണ്. നെക്സ്റ്റ് ബുക്സും അത് ഓതേഴ്സ് ആയിട്ട് മാച്ച് ചെയ്യാണ്. ദി ഫ്രെയിമിംഗ് ഓഫ് ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ, എ സ്റ്റഡി, ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, കശ്മീർ, എ സ്റ്റഡി ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ റിലേഷൻസ്. വി പി മേനോൻ, ശിശിർ കെ ഗുപ്ത, ശിവ റാവോ, ഗ്രാൻഡ് ഗിരി ഓസ്റ്റിൻ. യു ക്യാൻ ഈസിലി ഗസ് ഇറ്റ്. നമ്മൾ എല്ലാ ഓതേഴ്സും ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സും ഫെമിലിയർ ആയിട്ടുള്ള ഓതേഴ്സ് അല്ലെങ്കിൽ പോലും ചിലരെ നമുക്ക് അറിയാൻ സാധ്യതയുണ്ട്. സോ യു ക്യാൻ ഈസിലി കണക്ട്. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ 3 ആണ് വരിക. ഇതില് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് നേഷൻ എന്നുള്ളത് ഗ്രാൻഡ് ലോസിന്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. അത് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അത് വരുന്ന ഓപ്ഷൻ ബി വരുന്ന ഓപ്ഷൻ 4 ആണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇന്റർനാഷണൽ ഇവന്റ്സും ഇയറും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗോർബച്ചേവ്, മിഖേൽ ഗോർബച്ചേവ്, ഇന്ത്യൻ സോവിയറ്റ് ലീഡർ, സോവിയറ്റ് ഇൻവെൻഷൻ ഓൺ അഫ്ഗാനിസ്ഥാൻ, ക്യൂബൻ മിസൈൽ ക്രൈസിസ്, സോവിയറ്റ് ഇൻവെൻഷൻ ഓൺ ഹംഗറി, 1962, 1956, 1985, 1979. കോൾഡ് വാർ പീരീഡിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇവന്റ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരും. ഓക്കെ, നെക്സ്റ്റ് അറേഞ്ച് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആസ് ഇൻസേർട്ടഡ് ബൈ ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്. ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് മുഖേന ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസിനെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ, റൈറ്റ് ഓഫ് വർക്കേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്, എൻട്രി ഓഫ് ലഡാക്ക് in the first schedule, the cooperative societies. So, which is the correct answer? This is also a tricky question. നിങ്ങൾക്ക് ഗസ് ചെയ്താൽ ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ 4 അല്ല, ബി ആണ് വരിക, 2. അതായത് ഇതിൽ എൻട്രി ഓഫ് ലഡാക്ക് ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂൾ എന്നുള്ളത് നമുക്കറിയാം. ലഡാക്കിനെ ഫസ്റ്റ് ഷെഡ്യൂളിലേക്ക് ആഡ് ചെയ്യുന്നതിന്റെ ഒരു സാഹചര്യം വരുന്നത് 2019 JNK റീഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞിട്ടില്ലേ, അത് മുഖേനയാണ്. അത് ഏറ്റവും ലാസ്റ്റ് ഇവന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡി ഓപ്ഷൻ വരുന്ന ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. പിന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് NJAC എന്നുള്ള നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ. കൊളീജിയം സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊളീജിയം സിസ്റ്റം ഒഴിവാക്കിയിട്ട് NJAC കൊണ്ടുവരുന്നത് 2015 അത് വന്നത്. അതിന് സുപ്രീം കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയുകയും ചെയ്തു, റൂൾ ചെയ്യുകയും ചെയ്തു. അപ്പൊ അതാണ് അതിന്റെ തൊട്ട് മുന്നതായിട്ട് നമുക്ക് കിട്ടുക, ബി കിട്ടും. ഏകദേശം അത് രണ്ടും മനസ്സിലായാൽ വി ക്യാൻ ഈസിലി കണക്ട് അതേഴ്സ്. ഓക്കെ, സോ ഇതിന്റെ ഇയർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 70 sorry Chaukamba model of decentralization is propounded by Rabindranath Tagore, Ram Manohar Lohia, Subhash Chandra Bose, Sardar Patel. Chaukamba model of decentralization, democratic decentralization ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ചൗക്കാമ്പ മോഡൽ എന്ന് പറയുന്നത്. അത് ആരാണ് പ്രപ്പോണ്ട് ചെയ്തിട്ടുള്ളത്? യെസ്, റൈറ്റ് ആൻസർ RM ലോഹിയാണ്. നെക്സ്റ്റ്, ഫൈനാൻസ് കമ്മീഷൻ കംസ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? 275, 270, 280, 285. ഫൈനാൻസ് കമ്മീഷന്റെ ആർട്ടിക്കിൾ ഏതാണെന്നുള്ളതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ? ഓക്കെ, ഓപ്ഷൻ 3 ആണ് വരിക, 280 ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, പ്രധാനപ്പെട്ട ഈ ആർട്ടിക്കിൾ ആണ്. നെക്സ്റ്റ്, അറേഞ്ച് ദ ഫോളോയിങ് കമ്മിറ്റീസ് റിലേറ്റഡ് ടു PRI ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. വർക്കിംഗ് ഗ്രൂപ്പ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഓപ്ഷൻസ് പ്രകാരം 4 ആണ് ഏകദേശം കണക്ട് ചെയ്യപ്പെടാൻ പറ്റുക. പക്ഷെ അതിൽ ഇയേഴ്സ് തമ്മിൽ ഈ ഒരു കമ്മിറ്റി സ്പെസിഫിക്കലി ഇങ്ങനെ ഒരു കമ്മിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതായിട്ട് ഒന്നിലും ഒഫീഷ്യൽ രേഖകളോ മറ്റൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് വേറെ എന്തെങ്കിലും കമ്മിറ്റീന്റെ ഒരു റെക്കമെൻഡേഷൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ അതിനെ കൃത്യമായിട്ട്, കാരണം ഒരു കമ്മിറ്റി തന്നെ പല റെക്കമെൻഡേഷൻസ് വെക്കാറുണ്ട്. ഇപ്പൊ PR ഇലക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല കമ്മിറ്റികൾ പറഞ്ഞിട്ടുണ്ട്.
കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇലക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒഫീഷ്യൽ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയാണ് ഫസ്റ്റ് 1953 സംതിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതും ഒരു ഒഫീഷ്യലി അങ്ങനെ കമ്മിറ്റി ഓൺ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ചെറിയൊരു മിസ്അപ്രോപ്രിയേഷൻസ് കണ്ടുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ലീഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക്സഭാ സ്പീക്കേഴ്സിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ചെയ്യാണ് വേണ്ടത്. KS ഹെഗ്ഡെ, മുക്കാം സിംഗ്, ഡോക്ടർ ഗുർദ്യാൽ സിംഗ് ദില്ലിയോൺ, നീലം സഞ്ജീവ റെഡ്ഡി, റാബി റായ്. സ്പീക്കേഴ്സിന്റെ ക്രോണോളജിക്കൽ ഓക്കെ, ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ 3 ആണ് വരിക. അതിന്റെ ഓർഡർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സ്പീക്കേഴ്സിന്റെ ഒരു പേരുകൾ ഏകദേശം ഒന്ന് ധാരണ ഉണ്ടാവണം. ലേറ്റസ്റ്റ് സ്പീക്കർ ഓം ബിർള. നെക്സ്റ്റ്, ഡോക്ടർ റാം മനോഹർ ലോഹിയ റിമാർക്ക്ഡ് ഗൂംഗി ഗുദിയ, അതായത് ഡംബ് ഡോൾ, അതൊരു ഹിന്ദി ടേം ആണ്, ഒരു അബ്യൂസീവ് ടേം ആണ്. അപ്പൊ അത് രാം മനോഹർ ലോഹിയ ഏത് പൊളിറ്റീഷ്യനെയാണ് ഈ ഒരു ടേം ഉപയോഗിച്ചിട്ട് കളിയാക്കിയിട്ടുള്ളത്? സരോജിനി നായിഡു, സോണിയാഗാന്ധി, ഇന്ദിരാഗാന്ധി, സുജേത കൃപാലിനി. വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ? ഓപ്ഷൻ 3 ആണ് വരിക. ഇന്ദിരാഗാന്ധിനെയാണ് അങ്ങനെ വിളിച്ചിട്ട് കളിയാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ കെയിം ഇൻ ടു ബീങ്. സാർക്ക് നിലവിൽ വന്ന ഫിഗർ ആണ് 67, 85, 79, 81. It's also very easy question. Which is the right answer? Yes, option 2 ആണ് correct വരിക അല്ലേ? Yes. Next, who wrote the book A Vindication of the Rights of Women? John Rawls, Mao Zedong, Machiavelli, Mary Wollstonecraft. Yes, മാരി വോൾസ്റ്റൺക്രാഫ്റ്റ് ആണ് അത് എഴുതിയിട്ടുള്ളത്. ഇതിൽ മനസ്സിലാക്കുക, എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൻ എന്നുള്ളത് കൂടാതെ എ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ എന്നുള്ള പുസ്തകമുണ്ട്. അതും മാരി വോൾസ്റ്റൺക്രാഫ്റ്റ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഫെമിനിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ഉണ്ടാവും. അത് കൃത്യമായിട്ട് അതിന്റെ ഡിഫറെന്റ് ആസ്പെക്ടുകളെ കുറിച്ച് മനസ്സിലാക്കുക. ഇമ്മാനുവൽ വാലസ്റ്റൈൻസ് ക്യാപിറ്റലിസ്റ്റ് വേൾഡ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് poor nations only, core, periphery, semi-periphery, islands of semi-core. ഇതിൽ വേൾഡ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേൾഡ് സിസ്റ്റംസ് തിയറി ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അതിൽ ഇമ്മാനുവൽ വാലസ്റ്റൈൻ ഇതിൽ 3 ടേംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ 2 ടേംസ് ഇൻകറക്റ്റ് ആണ്. അത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ടേം എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ യെസ്, ഓപ്ഷൻ BCD ആണ് റൈറ്റ് ആയിട്ടുള്ളത് അല്ലെ. കോർ, പെരിഫറി, സെമി പെരിഫറി എന്നുള്ളതാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. Who wrote the book Engaging India, Diplomacy, Democracy and the Bomb? C. Rajamohan, Muchkund Dubey, Jaswant Singh, Straub Talbot. Who is the author of this book? Yes, Straub Talbot ആണ് ഈ ഒരു book എഴുതിയിട്ടുള്ളത്. Next, who stated this has been for too much emphasis on rights and for too little on obligations. If obligations were undertaken, rights would naturally flow from them. ഈ ഒരു കൊട്ടേഷൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് ആരാണ്? രാമസ്വാമി പെരിയാർ, കബീർ, ജവഹർലാൽ നെഹ്റു, അടൽ ബിഹാരി വാജ്പേയി. ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തി ചെയ്യേണ്ട ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓക്കെ, ഇതിന്റെ ആൻസർ വരിക ജവഹർലാൽ നെഹ്റു ആണ്. നെക്സ്റ്റ്, ക്രോണോളജിക്കൽ ഓർഡർ ആണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് അവരാണ് ക്രോണോളജിക്കൽ ഓർഡറിൽ ചെയ്യേണ്ടത്. സുനിൽ അറോറ, SY ഖുറൈഷി, TN ശേഷാൻ, JM ലിംഗോ, VS സമ്പത്ത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ ക്രോണോളജി ആണ് ചെയ്യേണ്ടത്. യെസ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. ഇപ്പൊ ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരുന്ന ലിസ്റ്റ് ഇത് ജസ്റ്റ് സ്കിം ത്രൂ ഇറ്റ്. ഇതിൽ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഒക്കെ പേരൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കും. ഓക്കെ.
Next, who among the following said that congressional government is committee government? Congress in its committee rooms is Congress at work. Mary Wollstonecraft, Franz Fanon, Richard Cobden, Woodrow Wilson. ഇതില് ആരാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്? യെസ്, വൂഡ്രോ വിൽസൺ ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ജോൺ മെയ്നാർഡ് കെയ്ൻസ് ക്രിട്ടിസൈസ്ഡ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമീസ് ബിക്കോസ് ജോൺ കെയ്ൻസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ എക്കണോമിസ്റ്റ് ആണ്. സോ it caused economic depression in 1930s, increased unemployment, market forces reduced wages, reduced the demand for goods and services. It led to prosperity and happiness all over. അദ്ദേഹം ക്യാപിറ്റലിസ്റ്റ് എക്കണോമിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള കാരണം ഇതിൽ 4 ഓപ്ഷൻസ് കറക്റ്റ് ആണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തിയാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ജെയിം കെയ്ൻസ് ക്യാപിറ്റലിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇതില് 4 അല്ല വരിക, 3 ആണ് വരിക. കാരണം യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ലെഡ് ടു പ്രോസ്പെരിറ്റി ആൻഡ് ഹാപ്പിനെസ് ഫോർ ഓൾ എന്നുള്ളത് ക്രിട്ടിസൈസ് ചെയ്ത് പറയുമ്പോൾ ഒരിക്കലും അതിനെ എല്ലാവരുടെയും ഹാപ്പിനെസ്സിനും പ്രോസ്പെരിറ്റിക്കും ലീഡ് ചെയ്തു എന്നുള്ളത് ഒരിക്കലും പറയില്ലല്ലോ. ബാക്കിയുള്ള ക്രിട്ടിസൈസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് നെഗറ്റീവിനെയാണ് പറയുന്നത് അല്ലെ. കാര്യത്തിന് ഒരാൾ പ്രശംസിക്കുക എന്ന് പറയില്ലല്ലോ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പൊ അതില് ഇറ്റ് കോസ്ഡ് എക്കണോമിക് ഡിപ്രഷൻ, ഇൻക്രീസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, റെഡ്യൂസ്ഡ് വേജസ്, റെഡ്യൂസ്ഡ് ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഹാപ്പിനെസ് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കോമൺ സെൻസ് ക്വസ്റ്റ്യൻ ആണ്. Who stated the world can be molded only with the gun? Whoever wants to seize the political power of the statement and to maintain it must have strong army. Plato, Mao Zedong, John Rawls, John Locke. അയ്യാ, ഇതിന്റെ ഓപ്ഷൻ 2 ആണ് വരിക. നമുക്കറിയാം എവിടെ ഗണ്ണെടുക്കാൻ പറയുന്നുണ്ടോ പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് മോസ്റ്റ്ലി അത് മാവോ ആയിരിക്കും. കാരണം ഈസ് എ റാഡിക്കൽ റവല്യൂഷണറി മാർക്സിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദ ഫോളോയിങ് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻ ഓൺ അർബൻ ലോക്കൽ ഗവൺമെന്റ്സ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷൻസ് ബോഡീസ് ആണ് ക്രോണോളജിക്കൽ ഓർഡർ ചെയ്യേണ്ടത്. നാഷണൽ കമ്മീഷൻ ഓൺ അർബനൈസേഷൻ, കമ്മിറ്റി ഓൺ ബജറ്ററി റിഫോംസ് ഇൻ മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ, കമ്മിറ്റി ഓൺ സർവീസ് കണ്ടീഷൻസ് ഓഫ് മുനിസിപ്പൽ എംപ്ലോയീസ്, റൂറൽ അർബൻ റിലേഷൻഷിപ്പ് കമ്മിറ്റി, ടാക്സേഷൻ എൻക്വയറി കമ്മീഷൻ. ഇതിന്റെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ലെറ്റ്സ് ചെക്ക് ഇറ്റ്സ് ആൻസർ. ഓപ്ഷൻ 2 ആണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഇയർ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇറ്റ് സീംസ് എ ക്വൈറ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ഇതിൽ ടാക്സേഷൻ എൻക്വയറി കമ്മീഷൻ 53, റൂറൽ അർബൻ റിലേഷൻഷിപ്പ് കമ്മിറ്റി 63, കമ്മിറ്റി ഓൺ സർവീസ് കണ്ടീഷൻസ് ഓഫ് മുനിസിപ്പൽ എംപ്ലോയി 68ലാണ്. ബാക്കിയുള്ള 2 കമ്മീഷൻ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോഡീസ് ഒന്നും അല്ല, പക്ഷെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നെക്സ്റ്റ്, സ്വാമി വിവേകാനന്ദ ഡെലിവേർഡ് ഹിസ് ഫേമസ് അഡ്രസ് ടു ദ പാർലമെന്റ് ഓഫ് റിലീജിയൻ ഇൻ വിച്ച് സിറ്റി? ന്യൂയോർക്ക്, ഷിക്കാഗോ, ടൊറന്റോ, ബോസ്റ്റൺ. ഇതില് ഓപ്ഷൻ 2 ആണ് ആൻസർ വരിക. ഷിക്കാഗോയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു റിലീജിയനായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പീച്ച് നടത്തിയിട്ടുള്ളത്. നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടും അതിൽ ഇൻസേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ അല്ലെങ്കിൽ സബ്ജക്റ്റും ആണ് കണ്ടെത്തേണ്ടത്. 92nd കൊടുത്തിട്ടുള്ളത് അല്ലെ. 92nd അമെന്റ്മെന്റ് ആക്ട് 2003, 104th Amendment Act 2019, 76th Amendment Act 1994, 72nd Amendment Act 1992. Amendment of Article 344, inserting entry 257A in the 9th schedule, addition of Bodo, Dogri, Maithili and Santali in Schedule 8, inserting clause 3B in Article 332. So, ഇതിൽ ഇൻസേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അനലൈസ് ചെയ്യേണ്ടത്. ആൻസർ 3 ആണ് വരിക. 92nd Amendment Act
ത്രീയില് 2003 വന്നിട്ടുള്ളത്. അത് പ്രകാരമാണ് ഈ 4 ലാംഗ്വേജസിന് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്, അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ 104 2019 ഇതിൽ 344 അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്നിട്ടത്. 76 അമെന്റ്മെന്റ് ആക്ട് 1944 1994 257A 9th ഷെഡ്യൂളിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 72nd അമെന്റ്മെന്റ് ആക്ട് 1992 ക്ലോസ് 3B. ഇപ്പൊ ഏത് ആർട്ടിക്കിൾ പോലും നമുക്ക് അറിയില്ല, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് arrange the following in the chronological order. Konkani added in the 8th schedule, Madhya Pradesh Reorganization Act, Andhra Pradesh Reorganization Act, Orissa Alteration of Name Act, Pondicherry Alteration of Name Act. So, ഏതായിരിക്കും റൈറ്റ് ഓപ്ഷൻ വരിക? ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ 3 ആണ് വരിക. അതിന്റെ ഇയർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കൊങ്കണി ആഡ് ചെയ്തിട്ടുള്ളത് 8th ഷെഡ്യൂളിൽ 1992 മധ്യപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട് 2000 പോണ്ടിച്ചേരിയുടെ പേര് മാറ്റിയിട്ടുള്ള ആക്ട് 2006 ആണ്. ഒറീസന്റെ 2011 ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട് 2014 സ്റ്റേറ്റ് ഓഫ് തെലങ്കാന constitute ചെയ്തിട്ടുള്ളത്. So 90 questions we have discussed. First of the 10 questions are from district Arabic paragraph and questions ആണ്. So you can just read it. So നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യങ്ങളെ ജസ്റ്റ് ബ്രീഫായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പേപ്പർ 2024 ജൂൺ സൈക്കിളിൽ 2018 മുതൽ NTA നടത്തിയ പേപ്പർ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ എക്സെപ്ഷണൽ പേപ്പർ. ഈ പേപ്പർ ഒരു എക്സെപ്ഷണൽ കേസാണ്. അതിനുള്ള കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നെഗറ്റീവായിട്ട് പറയില്ല, എന്നാലും നമ്മൾ as we are going to appear for this next exam, poorly designed question ആണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കണ്ടല്ലേ, ഒരുപാട് ക്വസ്റ്റ്യൻസ് വളരെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള നേച്ചറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഫാക്ടിന് ക്വസ്റ്റ്യൻ പ്രാധാന്യം, ചിലപ്പോൾ അത് അൺനെസസറി ആയിട്ടുള്ള ഫാക്ടുകൾക്ക് എംഫസൈസ് ചെയ്തിട്ട് നമ്മൾ ചിലർ പറഞ്ഞല്ലോ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ വളരെ ഒരു അത്ര നമുക്ക് ഒരു നെറ്റ് എക്സാമിന്റെ ലെവലിൽ പൊതുവെ കാണാത്ത ടൈപ്പ് ഓഫ് ആക്ച്വൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ ഏറ്റവും രസമായിട്ടുള്ള ഒരു കാര്യം റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ക്വസ്റ്റ്യനിൽ എത്ര കണ്ട് ക്രോണോളജി, ഇപ്പൊ എനിക്കറിയില്ല, ഞാൻ ഇത് ഓൺലൈനിലാണ് കേൾക്കുന്നത്, നമ്മൾ ഡീൽ ചെയ്യുന്നത്. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ആൻസർ ചെയ്യുമ്പോഴും ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള പാറ്റേൺ. ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് മാച്ച് ദി ഫോളോയിങ്. എക്സെപ്ഷണൽ ആയിട്ടുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നോർമൽ കേസിൽ 2 or 3 ബുക്സ് ആണ് വൺ ലൈനർ ആയിട്ട് ചോദിക്കുക, അതായത് ഹു ഈസ് ദ ഓഥർ ഓഫ് ദിസ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക. പിന്നെ അതല്ലാതെ മാച്ച് ദി ഫോളോയിങ്ങിലൊക്കെ ആയിട്ട് ചോദ്യം വരാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ മോർ ദാൻ 6 or 7 ക്വസ്റ്റ്യൻസ്, ഐ തിങ്ക് അറൌണ്ട് 10 ക്വസ്റ്റ്യൻസ് തന്നെ ചിലപ്പോൾ പുസ്തകങ്ങളായിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പാറ്റേൺ ചേഞ്ച് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, റിസർച്ച് ആൻഡ് റീസൺ ക്വസ്റ്റ്യൻ ഒറ്റൊന്നു പോലും ഈ ഒരു പേപ്പറിൽ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അതുപോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, ഇതില് ഓപ്ഷൻസ് 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതില് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇപ്പം സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, അതില് ബോത്ത് ആർ കറക്റ്റ്, ബോത്ത് ആർ ഇൻകറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അത് ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ പല ആസ്പെക്റ്റിൽ നോക്കിയാൽ എക്സെപ്ഷണൽ ആണ്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പേപ്പറിനെ ക്രിട്ടിസൈസ് ചെയ്ത് ഇതാക്കാന്നുള്ളതല്ല, അത് ഇങ്ങനെ ഒരു കേസ് ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് ഓഫ്ലൈൻ ആയിട്ട് പെൻ ആൻഡ് പേപ്പർ മോഡിൽ നടത്തിയ എക്സാം ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നതായിട്ടുള്ള പല നെഗറ്റിവിറ്റീസ് അതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇപ്പൊ നടക്കാൻ പോകുന്ന സെപ്റ്റംബർ 4 പൊളിറ്റിക്കൽ സയൻസ് എക്സാം നടക്കുന്നത്. അന്ന് നടക്കാൻ പോകുന്ന എക്സാം CBT മോഡിലേക്ക് തന്നെ ഒന്ന് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ ഈ ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് വിചാരിച്ചിട്ട് ഇതൊന്നും എനിക്ക് തോന്നുന്നു വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. മോർ ദാൻ 90+ ക്വസ്റ്റ്യൻസ് ഒക്കെ പലരും ഇത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, 100% ചെയ്തിട്ടുണ്ട്. പൊതുവെ പൊളിറ്റിക്കൽ സയൻസിൽ ഈവൻ ഫോർ JRF ക്രാക്ക് ചെയ്യാൻ പോലും ബിറ്റ്വീൻ 75 and 85 ഇറ്റ്സ് എ ഗുഡ് നമ്പർ.
80+ ഒക്കെ കിട്ടിയാൽ പൊളിറ്റിക്കൽ സയൻസിൽ എക്സെപ്ഷണൽ ആണ്. ഷുവർ ആയിട്ട് JRF നമുക്ക് ക്രാക്ക് ചെയ്യപ്പെടാൻ പറ്റുന്ന രൂപത്തിലാണ് കാറ്റഗറീസ് ഒക്കെ ആണെങ്കിൽ. ജനറൽ ആണെങ്കിൽ തന്നെ 80+ ഒക്കെ കിട്ടിയാൽ JRFന് കൂടുതൽ പ്രോബിലിറ്റീസ് വരുന്ന ഒരു കേസാണ് പൊതുവെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു കോമ്പറ്റീറ്റീവ്നെസ് ഈ ഒരു 3-4 വർഷങ്ങളിലായിട്ട് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ 90+ ഒക്കെ സ്കോർ ചെയ്തത് കൊണ്ട് തന്നെ നല്ല കട്ട് ഓഫ് വേരിയേഷൻ, അത് ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ കട്ട് ഓഫ് വേരിയേഷൻ സംഭവിക്കാൻ ഇടയായിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു. ഇനി നമ്മൾ പറഞ്ഞതിന്റെ താല്പര്യം, ഇനി വരുന്ന എക്സാമിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് ചിലപ്പം ഈ രൂപത്തിൽ തന്നെ പാറ്റേൺ സംഭവിച്ചേക്കാം. ഒരു എക്സെപ്ഷൻ ആയേ ഉള്ളൂ. CBT മോഡ് ആയതുകൊണ്ട് അസേർഷൻ റീസൺ ക്വസ്റ്റ്യനും അതുപോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും നേരത്തെ NTA ചോദിച്ചിരുന്ന 2023 വരെയുള്ള ആ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ടേമിൽ തന്നെ ചില ചോദ്യങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് ആ രൂപത്തിൽ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനി അറൌണ്ട് 3 വീക്സ് ഒക്കെ നമ്മളുടെ മുന്നിലുള്ളൂ, കൃത്യമായിട്ട് ആ രൂപത്തിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ജസ്റ്റ് സൂചിപ്പിക്കാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ. എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. I hope every one of you are dealing with questions, practice questions and mock test. മോക്ക് ടെസ്റ്റുകൾ, പ്രാക്ടീസ് ക്വസ്റ്റ്യനുകളൊക്കെ മാക്സിമം ട്രൈ ചെയ്യുക. എക്സാമിന്, നെറ്റ് എക്സാം എന്ന് പറയുന്നത് ഇപ്പോൾ PhD അഡ്മിഷന് കൂടി വേണ്ടിയുള്ളതായതുകൊണ്ട് തന്നെ മാക്സിമം അതിൽ കോമ്പറ്റീറ്റീവ്നെസ് കൂടാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ക്വസ്റ്റ്യൻസ് ഒക്കെ. ഒന്നും